हरे कृष्णा सर्वम कृष्णा अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय। ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ശങ്കരമഞ്ജരിയിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമ. നാരായണായ 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 നമ. കണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബലമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കലിഹ. നാരായണായ നമ. 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 ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ. നാരായണായ നമ. 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 നാരായണ. നമസ്തേ. ഹരേ കൃഷ്ണ. എല്ലാവരും എത്തിയോ? നമ്മുടെ ഗ്രൂപ്പിൽ വന്നോ ലിങ്ക്? ഗ്രൂപ്പിൽ ലിങ്ക് എത്തിയോ? ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിങ്ക് ഗ്രൂപ്പിലെത്തിയോ? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആരും ഒന്നും പറയണില്ല, അപ്പം ഞാനും ഒന്നും പറയുന്നില്ല. അങ്ങനെ ഇരിക്കട്ടെ. ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി പറയുക. എന്ത് ചോദിച്ചാലും ഹരേ കൃഷ്ണ, ഓം നമോ നാരായണ, ഹരേ കൃഷ്ണ, ഓം നമോ നാരായണ. ഇത് തന്നെ. പൊന്നു കിച്ചുവിട്ടാ, നീ കാണുന്നില്ലേ ഈ മഞ്ജരീസ് കുടുംബത്തെ മേയ്ക്കാൻ ഞാൻ പെടുന്ന പാട്. ഒരു അഡ്രസ്സ് അയക്കാൻ പറഞ്ഞാൽ പിൻകോഡ് ഉണ്ടാവില്ല, പിൻകോഡ് തന്നാൽ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം തന്നു കഴിഞ്ഞാലോ ആരുടെ പേരിൽ അയക്കണം എന്ന് എഴുതൂല. അമ്മേ കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. ഗ്രൂപ്പിൽ വന്നു. സൂപ്പർ ശാന്ത മാതാജി. അപ്പോൾ നമുക്ക് ഇന്ന് ശങ്കരമഞ്ജരിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ ശങ്കരമഞ്ജരി? ഞാൻ അതിന് പ്രത്യേകിച്ചൊന്നും പറയില്ല. കണ്ണനാണെങ്കിൽ എന്താ ചെയ്യണേന്നറിയോ? നമ്മുടെ പഴയ ലൈവുകൾ, പോസ്റ്റേഴ്സൊക്കെ FB-ൽ അതൊക്കെ ഇപ്പോൾ തോണ്ടി എടുത്ത് കറക്റ്റ് ചെയ്ത് അതിൻ്റെ ലവ് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പം എന്താ സംഭവിച്ചാൽ, ഞാൻ ഇന്നിങ്ങനെ ഫോൺ നോക്കി ഇവിടെ ഇരുന്നേ. അപ്പം നോക്കുമ്പോണ്ട് രാമായണ പുസ്തകം, കർക്കിടക വാവ്, ഇതൊക്കെ മേലെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നു. ഇതൊക്കെ ആരിട്ട്, ഇതൊക്കെ ആര് എപ്പോൾ ഇട്ട് ഞാൻ ആലോചിക്കാൻ നോക്കുമ്പോൾ 1 വർഷം മുമ്പേ ഇട്ടതൊക്കെ അളിയനിരുന്ന് പൊക്കിക്കൊണ്ട് വരാം. എനിക്ക് അതൊരു വലിയ കാര്യമാണ് കേട്ടോ. അത് എനിക്ക് എന്തോ കണ്ണൻ്റെ ആ ഒരു സർവീസ് കണ്ടപ്പം ഭയങ്കര ഒരു എന്താ പറയുക, എനിക്കൊരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ
അത് വലിയ കാര്യമാണ്. നമ്മളിപ്പോൾ രാമായണ മാസമൊക്കെ ആവാറായി. അപ്പം രാമായണ പുസ്തകത്തിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ ഇട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതെല്ലാം കണ്ണൻ പോയിട്ട് എന്തെങ്കിലും ഒരു ലവോ അല്ലെങ്കിൽ ഒരു തംസപ്പോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് എഗെയിൻ മുകളിൽ വരും. അപ്പം അന്ന് ഇല്ലാത്ത കുറേ ആൾക്കാർ ഇന്ന് ഗ്രൂപ്പിലുണ്ടല്ലോ, അവർക്ക് അതൊക്കെ കാണാൻ പറ്റും. അത് ശരിക്കും ഭഗവാൻ കണ്ണനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. എനിക്കത് മനസ്സിലായി. നല്ല ഒരു സർവീസ് തന്നെയാണ്. ഒരുപാട് സന്തോഷം. പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായി പോകുന്നു. 2-3 ദിവസം കിച്ചൂട്ടനെ ഒന്ന് ഫ്രീ ആക്കിയിരുത്തി. കിച്ചൂട്ട അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കും, ഞാനൊരു 3 ദിവസം വരുന്നില്ല, ഒരു 4 ദിവസം വരുന്നില്ല കിച്ചൂട്ടൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഭഗവാനെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. പക്ഷെ ആള് ഓപ്പോസിറ്റ് ഉണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. കാണിച്ചു തരാം. കണ്ടോ, അളിയൻ അവിടെ ഉണ്ട്, ഒന്നും കുഴപ്പമില്ല. സുഖമായിട്ട് നമ്മുടെ കിച്ചൂട്ടൻ നമ്മളെ കാത്ത് രക്ഷിച്ച് അവിടെ ഉണ്ട്. 2-3 ദിവസം ഹാരമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമസ്കാരം. ഇതെവിടെ, നമ്മളെ വീട്ടിൽ തന്നെ. കിച്ചൂട്ടന് അവിടെ എൻ്റെ ഓപ്പോസിറ്റ്. നമ്മുടെ ബാക്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ ബാലാജിയും മഹാദേവൻ്റെ ധാര ദേവി ശങ്കരാചാര്യർ നമ്മളെ വീട്ടിൽ 2 സൈഡും. അതായത് കിച്ചൂട്ടനെ നോക്കിക്കൊണ്ട് മഹാദേവൻ ഇരിക്കുന്നു. ഇത് നർമ്മദാ ബാണലിംഗം കാണാലോ, ധാര പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 24 hours ധാര പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ. പിന്നെ ഗുരുവായൂർ മഞ്ചരീസ് കോണ്ടാക്ട് നമ്പർ 93 42 49 49 41. കിട്ടിയോ നമ്പർ? 93 42 49 49 41. ഇതാണ് ഗുരുവായൂർ മഞ്ചരീസ് കോണ്ടാക്ട് നമ്പർ. അയ്യോ അമ്മേ, കർട്ടനൊന്നും കണ്ണു വെക്കില്ലേ, ഇതൊക്കെ എൻ്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങളാണ്. ഞാനേ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ കടയിൽ പോകുമല്ലോ. അപ്പോൾ അവിടെ ചെന്നൈയിൽ പോയപ്പം ഇവരിങ്ങനെ നെറ്റിൻ്റെ, നമ്മളെ ഡ്രസ്സൊക്കെ തയ്ക്കുന്ന നെറ്റിൻ്റെ ക്ലോത്ത് അത് വന്നിട്ട് എന്താ പറയുക, അവരുടെ മീറ്റർ തീരുമല്ലോ. ഇങ്ങനെ തുണി റോളിന് എടുത്തു കഴിഞ്ഞ് പിന്നെ വരുന്ന ബാലൻസ് മീറ്റർ ഉണ്ടാവുമല്ലോ, അത് പകുതി പൈസയ്ക്കൊക്കെ വിൽക്കും. ഒരു 50 രൂപ, ഒരു 60 രൂപ, ചിലപ്പോൾ ഒരു 40 രൂപയ്ക്കൊക്കെ വിൽക്കും. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയിട്ട് അവരോട് വാങ്ങിച്ചുകൊണ്ട് വരും. വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേറെ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അത് ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് മേലെ ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പൈപ്പ് കെട്ടുന്ന പോലെ ഒരൊറ്റ സ്റ്റിച്ച് നീളത്തിലിടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പൈപ്പ് ചുരുട്ടിയിട്ട് അതൊരു ഡിഫറെൻറ്റ് ഒരു ഭംഗിയായില്ലേ കർട്ടൻ. എന്തിനാ അപ്പം നമ്മൾ 1000-2000 കൊടുത്ത് വാങ്ങും? എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അത് രസമുണ്ട്, ഇവിടെ വരുന്ന എല്ലാവരും പറയും. പിന്നെ ഇങ്ങനെ ഇതായതുകൊണ്ടേ, ഈ ലൈറ്റൊന്നുമില്ല, ഇങ്ങനത്തെ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് കുറേ റേറ്റും കുറഞ്ഞു കിട്ടും. കാണാനൊരു ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരു എൻ്റെ കയ്യിൽ ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. വൈൻ റെഡ്, വൈറ്റ്, യെല്ലോ, ഗ്രീന്. ഇതൊക്കെ 40-50 റുപ്പീസിന് ഇവിടെ ചെന്നൈയിൽ റോള് തീരുമ്പോൾ അവരിങ്ങനെ വലിയ വലിയ ഷോപ്സിൽ ഇങ്ങനെ സൈഡിലിട്ടേക്കും. ഞാൻ അത് പോയിട്ട് മേടിച്ചുകൊണ്ട് വരും. അപ്പം എങ്ങനെ നോക്കിയാലും ഒരു 150-200 രൂപയിൽ ആ കർട്ടൻ തീർന്നു. അല്ല, നമുക്ക് അതൊക്കെ മതി. നമ്മളല്ലാണ്ട് ഇങ്ങനെ വെറുതെ നമ്മൾ ഒരുപാട് എക്സ്പെൻസ് ഒന്നും വീട്ടിലായാലും ശരി എവിടെയായാലും ശരി നമ്മൾ ഉണ്ടാക്കരുത്. കാരണം നമുക്കറിയാലോ, പണം മഹാലക്ഷ്മിയാണ്. ദേവിയെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതാക്കാൻ പാടില്ല, വാല്യൂ ഇല്ലാതെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് ചിലവ് ചുരുക്കി നമ്മളങ്ങനെ പോവുക. അങ്ങനെ വേറെ വെറൈറ്റി അതന്നെ. അധികം റേറ്റും ഇല്ല. കർട്ടൻ വാങ്ങാൻ പോയാൽ എന്താ റേറ്റ് എന്ന് ഓർത്തിട്ടാ, 1000-ൻ്റെത് 1500, 2000. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ ഡ്രസ്സുകളും അത്രയും റേറ്റിൻ്റെ വാങ്ങാറില്ല. എന്നോട് ക്ലോസ് ആയവർക്ക് അറിയാം. മാക്സിമം എൻ്റെ ബഡ്ജറ്റ് ഡ്രസ്സ് വാങ്ങുന്നവർക്ക് ഒരു 500-600, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വാങ്ങില്ല. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, നമ്മളിപ്പോൾ ഒരു കർട്ടൻ വാങ്ങി ഭയങ്കര ഭംഗിയാക്കി നമ്മളിങ്ങനെ കുറേ ഇട്ടിട്ട് അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. ഭയങ്കരമായ നമുക്ക് എപ്പോഴും ഒരു പ്രയോജനമുള്ളൊരു സംഭവം ഒന്നല്ലല്ലോ. ആ കാശുണ്ടെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക. നമ്മളിപ്പോൾ വീട്ടിൽ ഒരു വലിയ പൈസയുടെ കർട്ടൻ വാങ്ങിയിടുമ്പോൾ ആ പൈസയുടെ പകുതിയുടെ പകുതി നമ്മൾ വാങ്ങുകയാണെങ്കിൽ ബാക്കി പൈസയ്ക്ക് നമുക്ക് ആർക്കെങ്കിലും വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമല്ലോ. അവർക്ക് വസ്ത്രമില്ലാതെ ഇരിക്കുന്ന കുറേ ആൾക്കാർ റോട്ടിലുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതിൽ ഞാൻ എപ്പോഴും എക്സ്പെൻസ് കുറച്ചുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. നമുക്ക് നമ്മളായിരുന്നാൽ പോരെ, വലിയ ആർഭാടമൊക്കെ എന്തിനാ. ഭഗവാൻ ഇവിടെ ഇരുന്നു, ഞാൻ അതാ ചിന്തിക്കാം. ഭഗവാൻ ഇവിടെ ഇരുന്നു, അതിലും വലുതിപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യാൻ പോകണമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു 500 രൂപ കൊണ്ടായാൽ നമുക്ക് ഇതുപോലത്തെ പല പല കളേഴ്സ് കിട്ടും. ഒരു ഹാഫ് മീറ്റർ വാങ്ങി 2 സൈഡിലിട്ട് നടുക്ക് കുറച്ച് ഉള്ള കളർ ഏതാണോ അത് നടുക്കിൽ സ്റ്റിച്ച് ചെയ്തിടും. അങ്ങനെ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അങ്ങനെ സുഖം, സ്വസ്ഥം. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിക്കുക സമയത്തിന്, ഹാപ്പി ആയിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, ജപിക്കുക. നമ്മളുടെ
എന്താ പറയുക, മറ്റുള്ളവരോടുള്ള ആ ഒരു പെരുമാറ്റമൊക്കെ കുറച്ച് വയലൻസ് എല്ലാം കുറയ്ക്കുക. ഞാൻ ആകെ ഒരാളോടെ വയലൻ്റ് ആവും, ബിന്ദു അമ്മയോട്. വേറെ ആരോടും ഞാൻ വയലൻ്റ് ആവില്ല. കാരണം ബിന്ദു അമ്മ അങ്ങനത്തെ കാര്യങ്ങളെ കാണിച്ചു വയ്ക്കുക. അതുകൊണ്ട് ബിന്ദു അമ്മേനെ ചിലപ്പോൾ വഴക്ക് പറയുന്നല്ലാണ്ട് അത് പറഞ്ഞ് ഞാൻ അങ്ങനെ പറയുമ്പോഴേ നമ്മളിക്കൂടെ ശരി 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 അമ്പിളിക്കൂട്ട ശരി അമ്പിളിക്കൂട്ട എന്ന് പറയും. വേറെ ആരോടും അങ്ങനെ ബഹളത്തിനൊന്നും പോകില്ല. അതുപോലെ നമ്മളെല്ലാവരും അങ്ങനെ ഒരു സാത്വികതയിൽ പോവുക. ഇഷ്ടപ്പെടാത്ത സാഹചര്യം, ഇഷ്ടപ്പെടാത്ത ഒരു എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ സൈലൻ്റായിട്ട് പിന്മാറുക. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. കാരണം ഞാൻ എന്ത് ചെയ്യുന്നു അതേ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ മാറുക. ആരെയും നമ്മൾ എന്താണെന്ന് നമ്മൾ ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട. നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മതി. നമ്മളെ മനസ്സിലാക്കുന്നവരെപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും. ഇത് ഞാൻ ഒന്നിനെയും ബേസ് ചെയ്ത് പറയുന്നതല്ല കേട്ടോ, പൊതുവേ ഉള്ളൊരു നോളേജ് പറയാണ്. അതുപോലെ നമ്മളെ ലൈഫിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ വിട്ടിട്ട് പോവുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിർത്താൻ പറ്റും? ഇല്ല. അത് നിർത്തിയിട്ട് ഇപ്പം നമുക്ക് എന്താ കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മളെ വിട്ട് പോണവരുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? സൈലൻ്റ് ആയിരിക്കും. എല്ലാത്തിനും ഉത്തരം നമ്മൾ മാക്സിമം സൈലൻസിൽ തന്നെ പോവുക. പിന്നെ കുറച്ചും കൂടെ കുട്ടികളെയൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക. മക്കളുടെ കൂടെ നമ്മൾ ഇടപെടുമ്പം നമ്മൾ മക്കളായിട്ട് മാറിയാൽ മതി. അത്രയേ ഉണ്ട്. കാരണം അവരുടെ ആ ഒരു ഏജൊക്കെ കഴിഞ്ഞല്ലേ നമ്മൾ വന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഏജിൻ്റെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പം എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കുഞ്ഞുണ്ട്. ഞാൻ ആരാന്നൊന്നും പറയില്ല, മോനാണേ. അപ്പോൾ അവൻ 10th എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവനൊരു അഫെയറൊക്കെ ഉണ്ട്. എന്നോട് ഇങ്ങനെ വന്നിട്ട് ആൻറ്റി ഇതാണ് ഇവിടെ ചെന്നൈയിലല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയും, അയ്യോ ആൻറ്റി എനിക്ക് ഭയങ്കര ടെൻഷൻ, ഞാൻ എന്താ ചെയ്യേണ്ടത് അത് ഇങ്ങനെ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ അവനോട് പറയും, കുഴപ്പമില്ലട മോനെ, നമുക്ക് നോക്കാം, നീ ധൈര്യമായിട്ട്, നീ ഇപ്പോൾ എങ്ങനെയെങ്കിലും നമുക്കിപ്പോൾ ഈ മാർക്ക് കുറച്ച് സ്കോർ ചെയ്തിട്ട് അവളെ മുമ്പിൽ കാണിച്ചു കൊടുക്കണടാ നമുക്ക്. ആണല്ലോ ആൻറ്റി, ഞാൻ പിന്നല്ലാണ്ട് അതാ വേണ്ടത്. നമ്മൾ ഭയങ്കര സ്മാർട്ട് ബോയ് ആണ് കേട്ടോ അവൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ മോനെ, ഓ வா கண்ணா ஆண்டி. வா 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 வீட்டுக்கு வா, ஆண்டிங்க தான் இருக்கு. சரி வா, வர சொல். வர சொல்லு ஆண்டிங்க தான் இருக்கு. சரியா? அது ஆண்டி பார்த்துக்கிறேன், ஒன்றும் பிரச்சனை இல்லை, ஆண்டி பேசிக்கிறேன். இப்போ ஆண்டி லைவ் கிளாஸில் இருக்குது, பட்டு முடிச்சிட்டு கால் பண்ணுறேன்னா. ഓക്കെ കണ്ണ, ശരി. അതും എൻ്റെ ഒരു മോനാ, എൻ്റെ മോൻ്റെ ഫ്രണ്ടാണ്. നാളെ വീട്ടിലേക്ക് വരുന്നു ആൻറ്റി എന്ന് പറയും. ശരി, വേറെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഓക്കെ മക്കൾ വാന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ എല്ലാവരും വരും. എൻ്റെ മോൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരും. എല്ലാവർക്കും ഭയങ്കര, ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ കുട്ടികളെല്ലാവരും ഇവിടെ വരും, ഫുഡ് ഉണ്ടാക്കും, കഴിക്കും. ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെടുത്ത് എന്തൊക്കെയോ നമ്മളൊന്നും വേണ്ട, നമ്മളൊന്ന് സിമ്പിളായിട്ട് മക്കളോട് ഇടപെട്ട് അവരുടെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മക്കൾ നമ്മളുടെ ആ ഒരു സറൗണ്ടിങ്സിൽ ഉണ്ടാവും. അല്ലാണ്ട് നമ്മളൊരിക്കലും, എനിക്ക് ഇപ്പോൾ ഉള്ള പാരൻസിനോട് പറയാനുള്ളത് അതാണ്. കാരണം വെച്ചാൽ കുട്ടികൾ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കും അവരോട് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുക, അവരുടെ വികാരങ്ങളെ, അത് ഏത് ഏജും ആയിക്കോട്ടെ, വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. അവരെ ആരും കേൾക്കാനില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ് കുട്ടികൾ 1 പുറത്തുള്ള റിലേഷൻഷിപ്പുകൾ തേടി പോകുന്നത്, 2 സൂയിസൈഡ് പ്രവണത, 3 കുട്ടികൾ നാട് വിട്ടു പോവുക, അല്ലെങ്കിൽ 4മത്തത് അവരുടെ സ്വഭാവം തന്നെ മാറി ഭയങ്കര വയലൻസിലേക്ക് പോവുക. ഇതൊക്കെ കുട്ടികളെ കേൾക്കാനും അംഗീകരിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും പാരൻസിന് സമയമില്ലാതാകുമ്പോൾ സംഭവിക്കുന്നതാണ്. ഞാൻ എപ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ മോൻ്റെ കൂടെ മാക്സിമം സമയം ഇരിക്കും. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പാക്കിങ് ചെയ്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കണക്കുകളൊക്കെ എഴുതി പാക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും എൻ്റെ മോൻ വരിക. വന്നിട്ട് എന്തെങ്കിലും കുഞ്ഞു കാര്യമായിരിക്കും. ചിലപ്പോൾ അവൻ ജിമ്മിലൊക്കെ പോയിട്ട് ബോഡി കാണിക്കാൻ വരും. മമ്മി എങ്ങനെയുണ്ട്, എൻ്റെ കൈൻ്റെ ഇത് നോക്കിക്ക്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരിക്കലും നീ ഒന്ന് മാറി, എനിക്ക് ഇവിടെ ജോലിയുണ്ട് പോടുന്നു എന്ന് പറയാതെ നമ്മൾ മമ്മി നോക്കട്ടെ മോനെ, സൂപ്പറായിട്ട് ഇട്ടാ, അങ്ങനെ ഇട്ടാ ഇങ്ങനെ ഇട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു അവരിൽ ഒരാളായി മാറാം. നമ്മൾ കുറച്ചുകൂടി മുതിർന്ന്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ലൈഫിൽ, പല പല ടെൻഷൻസ് ഉണ്ടാവും. പക്ഷെ കുഞ്ഞുങ്ങൾ അതൊന്നും അറിയില്ല അല്ലേ. നമ്മളുടെ കൂടെ നമ്മുടെ മക്കൾ ഇരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യവും സമാധാനവും അവരുടെ എല്ലാം, ഇപ്പം നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിലാണ് ഏത് സമയത്തും കിടന്നുറങ്ങാൻ, എഴുന്നേൽക്കാം, ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അതൊന്നും ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ഒരു സ്വന്തം ജീവിതം തേടി പോകുമ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരിക്കലും മക്കളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതയാത്രയിൽ ഉണ്ടാവുന്ന ഓരോ വികാരങ്ങൾ അതിനെ നമ്മൾ ഒരിക്കലും അടച്ചാക്ഷേപിക്കുകയോ സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ കുഞ്ഞുങ്ങളോട് പറയുകയോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, നമ്മുടെ മക്കളെ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഇത് ഒരു ജനറൽ നോളേജാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളെ ഇഷ്ടത്തിനുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക, അവരെ കൊണ്ടും കുക്ക് ചെയ്യാൻ പഠിപ്പിക്കുക. ഇപ്പോൾ ശാന്താമാതാജിയുടെ മോളും ഇവിടെ വരും, മോനും വരും.
അപ്പോൾ മാതാജിയുടെ മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുട്ടിയാണ് കേട്ടോ, സാൻഡ്ര എന്നാണ് പേര്, നല്ല മോളാണ്, അവളുടെ പേര് സ്വർണ്ണലക്ഷ്മി എന്നാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും മോള് ആൻറ്റി കുക്കിംഗ് പഠിപ്പിച്ചു തരാമെന്ന് പറയും. അങ്ങനെ ഞാൻ കുക്ക് ചെയ്യുന്നിടത്ത് മോളെ നിർത്തും. ഇന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവൾ പറയും ആൻറ്റി എനിക്ക് ഗീ റൈസ് മതി, അല്ലെങ്കിൽ എനിക്ക് പുലാവ് മതി, അല്ലെങ്കിൽ ചോറ് മതി. അപ്പോൾ അതിൻ്റെ ടിപ്സൊക്കെ ഞാൻ മോൾക്കും കൂടെ പഠിപ്പിച്ചു കൊടുക്കും, മോളെ കൊണ്ട് നിർത്തി ചെയ്യിക്കും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികളായിട്ട് ഇടപെടുമ്പോൾ തന്നെ അവർ കുറേയൊക്കെ റിലാക്സ്ഡ് ആവും. നമ്മളുടെ ആ ഒരു ചുറ്റുപാട് സറൗണ്ടിങ്സ് വിട്ട് എവിടെയും പോവില്ല. നമ്മൾ ഭീഷണിപ്പെടുത്തി കുട്ടികളെ ഒരിക്കലും ഞാൻ എൻ്റെ മോനെ എൻ്റെ സറൗണ്ടിങ്സിന് വിടാൻ ഞാൻ അനുവദിക്കില്ല. കാരണം എനിക്കറിയാം അവൻ എവിടെ പോയാലും തിരിച്ചു വരുന്നു. ഇപ്പോഴും കുഞ്ഞിലേ മുതൽ ശാന്ത മാതാജിക്ക വരുന്നതുകൊണ്ട് കാണുന്നുണ്ട്. അവൻ വീട് വിട്ടിപ്പോൾ ജിമ്മിൽ പോവോ മറ്റെവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ പറയും കുഞ്ഞാ ഒരു ഉമ്മ തന്നിട്ട് പോടാ എന്ന് പറയും. അതേപോലെ സഹനശക്തി കുറവാണ് കുഞ്ഞുങ്ങൾക്ക്, കറക്റ്റാണ്. അത് നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ രാവിലെ അവനെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറയും എനിക്കിന്ന് ഗുഡ് മോർണിംഗ് ഉമ്മ കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ അവൻ ഓടി മമ്മിയെ കൊണ്ട് തോറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗുഡ് മോർണിംഗ് ഉമ്മ തരും. ശരിക്കും എനിക്ക് അവൻ ഡേ കെയറിൽ പോയിട്ടാണ് അങ്ങനെ മമ്മി പപ്പ എന്നൊക്കെ വിളിക്കാൻ പഠിച്ചത്. കുഞ്ഞിലെ എറണാകുളത്ത് അമ്മ അച്ഛൻ എന്ന് വിളിക്കുന്നതിൻ്റെ പവിത്രത ഒരിക്കലും മമ്മി പപ്പ എന്ന് വിളിക്കുന്നതിലില്ല. അത് നമ്മുടെ സംസ്കാരമല്ല. പക്ഷെ അവൻ 20 years ആയിട്ട് അങ്ങനെ ആയിപ്പോയി. നമ്മൾ ഒരുപാട് മാറ്റി കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷേ കുഞ്ഞത് ഇതായി മമ്മി അമ്മ എന്ന് വിളിക്കാൻ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു, അതായത് അത്രയും മാറിപ്പോയി എന്താ പറയുക സൊസൈറ്റി. കുഞ്ഞിലെ നമ്മൾ കുഞ്ഞിനെ കുറച്ച് നാൾ ഡേ കെയറിലാക്കിയിട്ട് പിന്നെ നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവൻ എൻ്റെ പാരൻസിൻ്റെ അടുത്താണ് വളർന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇതായി. പക്ഷേ എല്ലാ കാര്യത്തിലും അങ്ങനെ ഫ്രണ്ട്സായിട്ട് വീട് വിട്ട് പുറത്തു ഒന്നും ചെയ്യില്ല. പക്ഷെ ശാന്താമാതാജിയുടെ മക്കൾ വന്നാൽ 2 പേരും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും, പുറത്തെങ്ങും പോവില്ല. അപ്പം നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മളൊരു സ്നേഹവലയത്തിൽ വെച്ച് അവരുടെ മനസ്സറിഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കുട്ടികളോട് ഇടപെട്ടാൽ മതി. ഒന്നും വേണ്ട. പാരൻസ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇന്ന് നൈറ്റ് കിടക്കാൻ പോകുന്നതിനേക്കാളും മുന്നേ മോനെ ഇറങ്ങിയോ അല്ലെങ്കിൽ മോള് കിടന്നോ എന്ന് പറഞ്ഞു ഒന്ന് ജസ്റ്റ് പുതപ്പിച്ചു കൊടുക്കുക, അവർക്കൊരു ഉമ്മ കൊടുക്കുക, അവരെ തലയിലൊന്ന് തലോടുക. അത് മതി നമ്മുടെ മക്കൾ നമ്മുടെ തണലിൽ വളരാൻ. അവരെന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഇപ്പോൾ ശാന്താമാതാജിയുടെ മക്കൾ 2 പേര് വന്നാലും എൻ്റെ ഇടവും വലവും നിന്ന് മാതാജി ലൈവിലുണ്ട്, എല്ലാ കാര്യവും എന്നോട് സംസാരിക്കും. സ്കൂളിലെ കാര്യങ്ങൾ. ഇന്നിപ്പോൾ രാവിലെ ഓടി വന്നിട്ടുണ്ടായിരുന്നു, ആൻറ്റി ഒരു പ്രശ്നം ഉണ്ടായി. വാ മക്കളെ എന്താ പ്രശ്നം? അപ്പോൾ മക്കൾക്ക് 2 സ്കൂള് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് നമ്മളും കുഞ്ഞുങ്ങളോട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ വളരെ ഹാപ്പിയാണ്. എപ്പോഴും കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട്, അവർ 10ാം ക്ലാസ് എത്തി 12ാം ക്ലാസ് എത്തി ഡിഗ്രിയിലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു ഡിസ്റ്റൻസ് വെക്കരുത്. കുഞ്ഞുങ്ങളെ എപ്പോഴും കുഞ്ഞുങ്ങളായിട്ട് തന്നെ കണ്ട് അവരോട് നമ്മൾ ഇടപെടുന്ന രീതിയിലനുസരിച്ച് അവരെ അംഗീകരിക്കാൻ പഠിക്കുക, അവരുടെ വിഷമങ്ങളെ അംഗീകരിക്കുക, അവരുടെ ആഗ്രഹങ്ങളെ എല്ലാം സാധിപ്പിക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷെ പറ്റുന്നത് ചെയ്തു കൊടുക്കുക. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണം. ഞാനിത് പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല, പക്ഷെ പറയുകയാണ്. ഒരുപാട് സൂയിസൈഡുകളും നാട് വിട്ടു പോകലും എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പാരൻസിന്. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. ശങ്കര മഞ്ചേരിയിലേക്ക് കടക്കാം അല്ലേ? ഹാപ്പിയാണല്ലോ അല്ലേ? പിന്നെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു മാതാജി ഞങ്ങൾക്ക് ഡൈജഷൻ പ്രോബ്ലം വരുന്നു അടിക്കടി, അതുപോലെ മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നു, എന്തോ ഒരു ശരീരത്തിന് ഭാരമുള്ള പോലെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു നല്ല റെമഡി നിങ്ങൾക്ക് തരാം. നിങ്ങൾ കാണാറുണ്ടല്ലോ ഞാൻ എന്തുമാത്രം ജോലി ചെയ്ത് ഓടി ഓടി നടക്കുന്നുണ്ടല്ലേ. അപ്പം അതിന് നമ്മൾക്ക് ഹെൽത്ത് ആദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ടൊരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ആഴ്ചയിൽ ഒരു 3 ദിവസം ഒരു ചെറിയ ഗ്ലാസ് വെള്ളം എടുക്കാം. വെള്ളത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾ കറിവേപ്പില നട്ട് വളർത്താൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല കറിവേപ്പില. അതിൽ നിന്നൊരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ലെമൺ പിഴിഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് ഉപ്പിടണമെങ്കിൽ ഇന്ദുപ്പാണ് ഇടേണ്ടത് കേട്ടോ. നോർമൽ വൈറ്റ് സോൾട്ട് അല്ല, ഇന്ദുപ്പ് എന്ന് പറയും, റെഡ് സോൾട്ട്. അത് കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇഞ്ചിയും ലെമണും ഒക്കെ വെച്ച് ഇഞ്ചി, ലെമണ്, തൈര്, കറിവേപ്പില ഇത് 4ഉം കൂടെ അടിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. ഫിൽട്ടർ ചെയ്തെടുത്തതിന് ശേഷം അത് വെറും വയറ്റിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം കഴിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കറിവേപ്പിലയുടെ ബെനിഫിറ്റ് ഭയങ്കരമായിട്ടുണ്ട്. നല്ല ഡൈജഷൻ, നമുക്ക് ദഹനശക്തിക്കുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും കറിവേപ്പില നമ്മൾ അതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ മുടിക്ക് നല്ലതാണ് കറിവേപ്പില. അതുപോലെ നമുക്ക് മറ്റൊരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടും. പിന്നെ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഷുഗർ കൺട്രോൾ ആവും. ഇപ്പം നല്ല ചൂട് സീസൺ ആയതുകൊണ്ട് തൈര് അതിൽ കണ്ടൻറ്റ് വരുമ്പോൾ നമുക്ക് ബോഡി കൂളാക്കും. പിന്നെ എന്താ പറയുക, ദഹനം എല്ലാം മെച്ചപ്പെടുത്തും. വൈറ്റമിൻ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദിവസവും രാവിലെ ഉറങ്ങി എണീറ്റാൽ 2 ചില്ല് കറിവേപ്പില, കുറച്ച് തൈര്, ഒരു പാതി ലെമൺ,
ഇഞ്ചി ഇത്രയും ചേർത്ത് ഇന്ദുപ്പും ചേർത്തിട്ട് പിങ്ക് സോൾട്ട് ചേർത്ത് അടിക്കുക. എന്നിട്ട് അത് ഫിൽറ്റർ ചെയ്തതിന് ശേഷം വെറും വയറ്റിൽ കഴിക്കുക. ആഴ്ചയിൽ 3 ദിവസം വേണം അത് കഴിക്കാൻ. ഓക്കെ, 3 ദിവസത്തിൽ കൂടുതൽ കഴിക്കേണ്ട, 3 ദിവസം കഴിക്കുക. ഇനി ഇതല്ല നിങ്ങൾക്ക് ബോഡിയൊക്കെ ഭയങ്കര വെയിറ്റ് ആണ്, തടി വെച്ച് വരുന്നു എന്നാണെങ്കിൽ വൈറ്റമിൻ ഡി നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. നമസ്തേ സ്വാമി. വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. വൈറ്റമിൻ ഡി എപ്പോഴും നമ്മൾ അറിയാത്ത ഒരു പ്രശ്നമാണ്. നമ്മൾ അറിയാതെ ബോഡി വണ്ണം വെക്കും, കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര ഫാറ്റ് ആവും, ഡബിൾ ചിൻ വരും, വയറ് ഭയങ്കരമായിട്ട് ഫാറ്റ് ആവും, അപ്പോൾ കാലിനൊക്കെ ഭയങ്കര പെയിൻ വരും. പൊതുവേ വൈറ്റമിൻ ഡി അങ്ങനെ ആരും ചെക്ക് ചെയ്യാൻ പറയാറില്ല. പക്ഷേ നമ്മൾ വൈറ്റമിൻ ഡി ഒരു 3 months കൂടുമ്പോൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ വെയിലിനെ പേടിച്ച് ഓടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ മല്ലിയില്ലേ, കൊത്തമല്ലി മുഴുവനായിട്ടുള്ള മല്ലി തലേന്ന് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അത് തിളപ്പിച്ചിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്ത് കുടിച്ചാലും നല്ലതാണ്. ദഹനം ഒക്കെ കറക്റ്റ് നടക്കും. പിന്നെ കുക്കുംബറൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് തക്കാളിയും കുക്കുംബറും കൂടെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇന്ദുപ്പ് വാങ്ങിയിട്ട് ആമസോണിലൊക്കെ കിട്ടും പിങ്ക് സോൾട്ട്, അത് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ഞാൻ കാണിച്ചു തരാമേ. അത് ഇന്ദുപ്പ് എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു പൗഡർ കണക്കെ കിട്ടും. അതെടുത്തിട്ട് വേണം നമ്മൾ ഈ കുക്കുംബറിൻ്റെയും ഇതിൻ്റെയും മുകളിലൊക്കെ തക്കാളിയുടെ മുകളിലൊക്കെ ഇങ്ങനെ വെതറിയിട്ട് 11 മണി സമയത്ത് കഴിച്ചാൽ നമുക്ക് വിശപ്പ് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും. വിശപ്പ് കൺട്രോൾ ചെയ്യും, ശരീരത്തിൽ നല്ല വെള്ളത്തിൻ്റെ അളവ്, തണുപ്പ് എല്ലാം കിട്ടും. പിന്നെ ഈ ഇന്ദുപ്പ് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് പൊടിച്ചു വെക്കാറ്, കണ്ടോ. സീ, ഇതാണ് ഇന്ദുപ്പ് എന്ന് പറഞ്ഞ സാധനം. ഇത് സാൾട്ടായിട്ട് കിട്ടുന്നതാണ്, നല്ല കല്ല് പോലെ. പക്ഷേ അത് മിക്സിയിൽ പൊടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പൗഡറായിട്ട് കിട്ടും. ഇത് തൈരിൽ യൂസ് ചെയ്യാനും നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ കൂടുതൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ക്ഷീണമൊക്കെ മാറി നമുക്ക് ഏത് സമയത്തും ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. തേൻ നല്ല തേനാണോ എന്ന് നോക്കിയിട്ട് വാങ്ങിക്കണം. മാർക്കറ്റിൽ ഒരുപാട് തേൻ കിട്ടാനുണ്ട്. പ്യുവർ ആണെന്ന് ഉറപ്പ് വന്നാൽ മാത്രം തേൻ ഉപയോഗിക്കാം. അങ്ങനെയുള്ള കുറച്ച് ടിപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മുടിയൊക്കെ ഹെയറൊക്കെ നല്ല കറുപ്പായിരിക്കും. ഹെയർ പൊഴിയാതെ ഈ കറിവേപ്പിലയുടെ ജ്യൂസ് നമുക്ക് ഹെയർ പൊഴിയാതെ മെയിൻറ്റെയിൻ ചെയ്യും. ഉള്ളിലുള്ള എല്ലാ എന്താ പറയുക ദഹിക്കാത്ത സംഭവങ്ങളും പുറത്തേക്ക് പോവും. അങ്ങനെ നല്ല ഒരു കാര്യക്ഷമത നമ്മുടെ ശരീരത്തിന് കൈവരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ചോളൂ. നാളെ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ തൈര് കുറച്ച്, കറിവേപ്പില 2 ചില്ല്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ചെറിയ തക്കാളി, സോൾട്ട്, ഈ പിങ്ക് സോൾട്ടിന് പിങ്ക് സോൾട്ട് ഇല്ല, വൈറ്റ് ഉള്ളുവെങ്കിൽ തൽക്കാലം വൈറ്റ് ഇട്ടോളൂ, പിന്നെ പിങ്ക് സോൾട്ട് വാങ്ങിയാലും മതി. ഇത് നല്ലതാണ്, ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ്. അടിക്കടി ഇപ്പോൾ യാത്രയിലാകുമ്പോൾ പറ്റാറില്ല. അപ്പോൾ അതൊക്കെ നല്ല നല്ല ടിപ്സാണ് കേട്ടോ. മറ്റ് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരിക. പിന്നെ ചെന്നൈയിൽ തന്നെ പ്രിൻ്റ് ചെയ്യുന്ന ഒരു നാരായണീയം ഉണ്ട്. ശ്ലോകം മാത്രമാണ്, വലിയ അക്ഷരമാണ്. എൻ്റെ കയ്യിൽ ഇനി ഒരു 5-6 നാരായണീയം കൂടെ ഉണ്ട്. നാളെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ, വാട്സപ്പിലേക്ക് ഞാൻ അയച്ചു തരാം. പിന്നെ വേറെ എന്താ, കൊട്ടിയൂർ വിശേഷം ആവാറായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാലോ. സൗണ്ട് ഉണ്ട് പ്രഭു, കുറച്ചുകൂടെ വോളിയത്തിൽ പറയാം. കൊട്ടിയൂർ പറ്റുന്നവരെല്ലാം കൊട്ടിയൂർ പോയിട്ടൊന്ന് തൊഴുതിട്ട് വരാം, മഹാദേവനെ കണ്ടിട്ട് വരാം. മാക്സിമം സൈലൻ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ കുറേ ഷൗട്ട് ചെയ്ത് ബഹളം വെച്ച് വയലൻസിൽ പോയി അങ്ങനെയൊന്നും പോകരുത്. മാക്സിമം കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഒരു ബോട്ടിൽ വാങ്ങി വെച്ച് ആ ബോട്ടിലിൽ കറക്റ്റായിട്ട് ഒരു 3-3.5 ലിറ്റർ വെള്ളം കുടിക്കുക. എത്രത്തോളം മനസ്സ് ശാന്തമായിരിക്കുന്നോ അത്രത്തോളം ജീവിതവും സൗമ്യതയിൽ പോകും. എത്രത്തോളം മനസ്സ് കലുഷിതമാവുന്നോ അത്രത്തോളം ജീവിതത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വീട്ടിൽ വെച്ചിട്ട് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുമ്പോൾ ബഹളം ഉണ്ടാക്കുകയും അങ്ങനത്തെ ഒരു കാര്യം പാടില്ല. രാവിലെ കുറച്ച് ഒരു 5-6 മണിക്കെങ്കിലും എണീക്കാൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങളെയും വൈകുന്നേരവും സന്ധിക്കുന്നു ഉറക്കാൻ വിടരുത്. അവരെ കൊണ്ട് പൂജാമുറി ക്ലീൻ ചെയ്യിപ്പിക്കുക. ഒരു വട്ടം പറഞ്ഞു നോക്കുക, ചെയ്തില്ല എന്നാണെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക, ഓട്ടോമാറ്റിക്കലി അവർ വന്ന് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇങ്ങനെ തുണി കഴുകാനുള്ളതൊക്കെ ഒരു മൂലക്കിൽ കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യരുത്. ലക്ഷ്മി വീട്ടിൽ കയറി വരില്ല. വീടൊക്കെ എപ്പോഴും ശുദ്ധമായിരിക്കണം. കഴിയുന്നതും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്യൂസ്ഡേയും ഫ്രൈഡേയും ഒന്ന് നോൺ വെജ് ഒഴിവാക്കുക. പയ്യെ വെജിലേക്ക് മാറുക. ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടിപ്സ്. ഓക്കെ, മാക്സിമം എല്ലാവരും ക്ലാസ്സിൻ്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ശങ്കരമഞ്ചേരിയിലേക്ക് പോയാലോ. ശങ്കരമഞ്ചേരിയിൽ നമ്മളിനി പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞതനുസരിച്ച് എവിടേക്ക് യാത്രയായി? കാശിയിലേക്ക് യാത്രയായി.
ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ട് കേട്ടോ, ശങ്കരമഞ്ചേരി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. ഭഗവാന്റെ കാരുണ്യം. ഇവിടെ ഉണ്ട് ശങ്കരാചാര്യർ. ഇതും ഒരു കിടാവിളക്കാണ് നമ്മുടെ വീട്ടിലെ. അവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ടോട്ടൽ നമുക്കിവിടെ 8 വിളക്ക് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശങ്കരാചാര്യർ എവിടെ പോകുന്നു? നേരെ കാശിയിലേക്ക് പോയി. എന്താണ് അദ്ദേഹം കാശിയിൽ പോയിട്ട് ചെയ്തത്? ഗുരുനാഥൻ പറഞ്ഞതനുസരിച്ച് കഥാരൂപത്തിൽ സ്വസ്ഥമായിട്ട് കേൾക്കാട്ടോ. ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ കയ്യിലെടുത്ത് വെച്ചോളൂ, എന്നിട്ട് കഴിച്ചുകൊണ്ട് കേട്ടോളൂ. കിടക്കുകയാണെങ്കിൽ കിടന്നുകൊണ്ട് കേട്ടോളൂ. ഓക്കെ. അങ്ങനെ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ശങ്കരാചാര്യർ എവിടേക്ക് പോകുന്നു? കാശിയിലേക്ക് പോവാണ്. കാശിയിൽ ചെന്നിട്ട് അദ്ദേഹം ഹൈഹയം, ചേതി, കൗശാംബി, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. ഇന്ന് പലപ്പോഴും ആ പല രാജ്യങ്ങളുടെ പേരൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടി അദ്ദേഹം എന്ത് ചെയ്തു? ദുർഗമായ വിന്ധ്യാപർവ്വതം കടന്നിട്ട് അദ്ദേഹം എവിടെ എത്തുന്നു? യമുനാ തീരത്തെത്തുകയാണ്. കാശിയിലേക്കുള്ള യാത്രയിൽ പല പല സ്ഥലങ്ങൾ കടന്ന് അദ്ദേഹം നേരെ യമുനയുടെ തീരത്തെത്തി. അവിടെ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? പ്രയാഗില്ലേ, പ്രയാഗ്, അലഹദാബാദ്, പ്രയാഗ് വഴി കാശിയിലേക്ക് കയറി. അദ്ദേഹം കാൽനടയായിട്ടാണ് പോകുന്നതെന്നും കൂടി ആലോചിക്കുക. അങ്ങനെ അദ്ദേഹം കാശിയിലെത്തി. അവിടെ എന്ത് ചെയ്തു? മണികർണികയ്ക്ക് സമീപം, കാശിയിൽ അറിയാലോ മണികർണികയ്ക്ക് സമീപം അദ്ദേഹം അവിടെ ഇങ്ങനെ കുറച്ച് എന്താ പറയുക താമസം തുടങ്ങി. കുറച്ച് നാളത്തേക്ക് അദ്ദേഹം അവിടെ കാശിയിൽ മണികർണികയ്ക്ക് അടുത്ത് താമസിക്കുകയാണ്. കാശിയിൽ പോയിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ ദിവസവും നമ്മുടെ കാശി വിശ്വനാഥനെയും അതുപോലെ അന്നപൂർണാദേവിയെയും മറ്റ് ദേവതാമൂർത്തികളെയും എല്ലാവരെയും കണ്ട് അദ്ദേഹം എപ്പോഴും പ്രാർത്ഥന നടത്തി വന്നു. അതുമാത്രമല്ല, അദ്ദേഹം ശാസ്ത്രങ്ങൾ ഒരുപാട് എഴുതാൻ തുടങ്ങി. ഒരുപാട് വേദശാസ്ത്രങ്ങളൊക്കെ എഴുതാനും അങ്ങനെ കുറേ പേർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. പോയി 12 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ ഈ ശങ്കരൻ്റെ പേര് ലോകം മുഴുവൻ പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്നു. എല്ലാ ലോകത്തിലുള്ളവർക്കും അറിയാൻ മാത്രം പ്രശസ്തിയിലേക്ക് 12 വയസ്സ് മാത്രമുള്ള നമ്മുടെ ശങ്കരൻ എത്തുകയാണ്. പലരും ആ ബാലസന്യാസിയെ, അലോകസമാന്യമായ ആ മഹാപണ്ഡിതനെ, ഇതുപോലൊരു പണ്ഡിതൻ ഉണ്ടാവില്ല എന്ന് പറയണം, അത്രയും പാണ്ഡിത്യമുള്ള ബാലസന്യാസിയായ നമ്മുടെ ശങ്കരനെ, മഹാപണ്ഡിതനെ കാണാൻ ഒരുപാട് പേര് വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ലോകം മുഴുവൻ എത്തുകയാണ്. എല്ലാ ദിവസവും പകൽ നേരത്ത് ബ്രഹ്മസൂത്രത്തിൻ്റെ പരമ്പരാഗതമായ അർത്ഥം, ആ അർത്ഥം പലരെയും പറഞ്ഞു കേൾപ്പിക്കാൻ തുടങ്ങി അദ്ദേഹം. ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ അർത്ഥമൊക്കെ പലരെയും പറഞ്ഞു കേൾപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് ആളുകൾക്കെല്ലാം വീണ്ടും ശങ്കരൻ്റെ വായയിൽ നിന്ന് ഇതുപോലെ വേദമന്ത്രാദി തത്വങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം കേൾക്കാൻ ആഗ്രഹം വന്നു. അങ്ങനെ അവർക്ക് തൽക്കാലത്തേക്കെങ്കിലും, ശങ്കരൻ അവിടെ കാലാകാലം നിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, എങ്കിൽ കൂടിയും ആ ബാലസന്യാസിയുടെ അടുത്ത് നിന്ന് ഒരു അത്യപൂർവമായ ഒരു നിർവൃതി അദ്ദേഹത്തിൻ്റെ വായയിൽ നിന്ന് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരു വല്ലാത്ത ഒരു നിർവൃതിയാണ്. നമ്മളിപ്പോൾ നല്ല സദ്യ കഴിച്ചിട്ട് വയറ് നിറഞ്ഞ ഒരു ആശ്വാസം അല്ലേ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൽ നിന്ന് അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവന് ഭയങ്കര സന്തോഷമാണ് മനസ്സുകൊണ്ട്. അങ്ങനെ ഇരിക്കെ എതിർവാദികൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ എതിർത്ത് സംസാരിക്കുന്ന ആളുകൾ അന്നും ഇന്നും സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള എതിർവാദികളെ ശ്രുതിയും യുക്തിയും കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത് തോൽപ്പിക്കാൻ തുടങ്ങി. ശ്രുതി ഉണ്ടാവും, യുക്തിയും ഉണ്ടാവും. അങ്ങനെ ആ ശ്രുതിയോടെ യുക്തിയോടെ, ഈ ശ്രുതി എന്നിവിടെ പറയാൻ കാരണം ശങ്കരൻ വയലൻ്റ് ആയിട്ടല്ല സംസാരിക്കുക. ശങ്കരൻ ഭയങ്കര പൊളൈറ്റായിട്ടാണ് സംസാരിക്കുക, സമാധാനത്തോടെ സംസാരിക്കും. അപ്പം അതുകൊണ്ടാണ് അവിടെ ശ്രുതി എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യേണ്ടി വന്നത്. വളരെ മനോഹരമാണ്. അദ്ദേഹം എന്ത് ചെയ്തു? വാഗ്വാദങ്ങൾ കൊണ്ട് അദ്ദേഹം തോൽപ്പിക്കാൻ തുടങ്ങി. എന്നിട്ടോ ബ്രഹ്മസൂത്രങ്ങൾക്ക് സമ്മതമായ, വ്യാസസമ്മതമായിരിക്കുന്ന ഒരു അർത്ഥം ഭാഷ്യരൂപത്തിൽ എഴുതാൻ ഒരുപാട് പേര് ചോദിച്ചു. ഈ ബ്രഹ്മസൂത്രത്തെക്കുറിച്ച് എഴുതണം എന്ന് ഒരുപാട് ആൾക്കാർ ശങ്കരനോട് ചോദിച്ചു. അപ്പോൾ ശങ്കരാചാര്യർക്ക് മനസ്സിലായി, ശരിയാണ്, അത് അങ്ങനെ എഴുതണം, ബ്രഹ്മസൂത്രത്തിൻ്റെത് അതൊരാവശ്യകതയാണെന്ന് അദ്ദേഹത്തിനും തോന്നി. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരായി മാറി വേദങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദക്ഷിണദേശത്ത് നിന്നും പണ്ഡിതനും പാവനചരിതനുമായ ഒരു യുവാവ്, ദക്ഷിണദേശത്ത് നിന്ന് പാണ്ഡിത്യമുള്ള ഒരു യുവാവ്, സനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആ യുവാവിൻ്റെ പേര്. ആ യുവാവ് കാശിയിലെത്തി ദക്ഷിണദേശത്ത് നിന്നും. എന്നിട്ടോ ശ്രീ ശങ്കരനെ ചെന്ന് കണ്ടു. എന്നിട്ട് എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ
ഉപദേശം കേട്ടു. ഈ സനന്ദൻ ഉപദേശം കേട്ടപ്പം, ശങ്കരാചാര്യരുടെ ഉപദേശമൊക്കെ കേട്ടപ്പോഴത്തേക്ക് സനന്ദന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ സനന്ദൻ വിചാരിക്കുന്ന എന്താണ്, ഇനി എനിക്കും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറി സന്യസിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടണം എന്നൊരാഗ്രഹം ഉണ്ടായി. അങ്ങനെ ഇരിക്കെ ശങ്കരൻ ആ ആഗ്രഹം ആരോട് പറഞ്ഞു, അല്ല സനന്ദൻ ആരോട് പറഞ്ഞു, നമ്മുടെ ശങ്കരാചാര്യരോട് പറഞ്ഞു. യോഗ്യനായിരിക്കുന്ന ആ ഒരു ശിഷ്യൻ്റെ ഉള്ളറിഞ്ഞിട്ട് ശങ്കരാചാര്യർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് സന്യാസം കൊടുത്തു. ആർക്ക്? സനന്ദൻ എന്ന് പറയുന്ന നമ്മുടെ ഈ യുവാവിന് ശങ്കരാചാര്യർ എന്ത് ചെയ്തു, ഇത് കൊടുത്തു, സന്യാസം കൊടുത്തു. അങ്ങനെ നമ്മുടെ ശങ്കരാചാര്യരുടെ ആദ്യത്തെ സന്യാസി ശിഷ്യനാണ് ആര്? പത്മപാദൻ എന്ന പേരിൽ അദ്ദേഹം പ്രശസ്തനായി. സനന്ദൻ എന്ന് പറയുന്ന ഈ വ്യക്തി പത്മപാദൻ എന്ന പേരിലാണ് പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. അപ്പം ശങ്കരാചാര്യരുടെ ആദ്യത്തെ ശിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ദക്ഷിണദേശത്തു നിന്നും വന്ന സനന്ദൻ ശങ്കരാചാര്യരുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് പത്മപാദൻ എന്ന പേരിലേക്ക് പ്രഖ്യാതനായി, എല്ലാവരും അറിയപ്പെട്ടു. ഒരു ദിവസം ശങ്കരാചാര്യർ എന്ത് ചെയ്തു, കുളിയെല്ലാം കഴിഞ്ഞ് മണികർണികയിലേക്ക് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ എന്താ ചെയ്തത്, ഇങ്ങനെ കുളി കഴിഞ്ഞില്ല, കുളിക്കാൻ വേണ്ടി പോവാണ്, മണികർണികയിലേക്ക് കുളിക്കാൻ വേണ്ടി പോവാണ് ശങ്കരാചാര്യ, ശിഷ്യന്മാരും ഉണ്ട് കൂടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണമായ ജ്ഞാനം, കണ്ണടച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാം അറിയാനും കേൾക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ജ്ഞാനത്തിൽ എന്താ വന്നത്, പ്രതിഷ്ഠിക്കാൻ വിശ്വനാഥൻ ചണ്ടാള രൂപത്തിൽ വന്നു. ശങ്കരൻ്റെ ഉള്ളിൽ സാക്ഷാൽ കാശി വിശ്വനാഥൻ ചണ്ടാള രൂപത്തിൽ എന്നിട്ടോ 4 പട്ടികളുമായിട്ട് വന്ന് വഴി തടഞ്ഞു. ആര്? നമ്മുടെ സാക്ഷാൽ മഹാദേവൻ. അദ്ദേഹം വഴി തടഞ്ഞു ശങ്കരനെ. കൂട്ടത്തിൽ 4 പട്ടികളുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ ശങ്കരാചാര്യർ നോക്കിയപ്പം ഒരു ചണ്ടാളൻ 4 പട്ടികളുമായിട്ട് നായ്ക്കളുമായിട്ട് വന്ന് നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് ആചാരപ്രകാരം നമ്മുടെ ശങ്കരാചാര്യർ പറഞ്ഞു ചണ്ടാളനോട് വഴിന്ന് മാറൂന്ന് പറഞ്ഞു. അദ്ദേഹം അറിയുന്നില്ല മഹാദേവനാന്ന്, വഴിന്ന് മാറാൻ പറഞ്ഞു. അപ്പോൾ ചണ്ടാളൻ എന്ത് ചെയ്തു, ജ്ഞാനോപദേശ രൂപമായിട്ട് നല്ല ജ്ഞാനത്തോടെ, കാരണം ഈ ചണ്ടാളനായി വന്നിരിക്കുന്നത് നമ്മുടെ മഹാദേവൻ തന്നെയാണ്, ഈ പട്ടികളും ഒരുമിച്ചിട്ട് വഴി മാറാൻ നമ്മുടെ ശങ്കരാചാര്യർ പറഞ്ഞപ്പോൾ ഈ ചണ്ടാളൻ എന്ത് ചെയ്തു, നല്ല ജ്ഞാനോപദേശമായിട്ട് ജ്ഞാനത്തോടെ ഒരു ഉപദേശം മറുപടി കൊടുത്തു. ആരോടാണ് വഴി മാറിപ്പോവാൻ ആവശ്യപ്പെട്ടത്? ചണ്ടാളൻ ചോദിക്കുകയാണ് ശങ്കരാചാര്യരോട്, ആരോടാണ് വഴി മാറിപ്പോവാൻ ആവശ്യപ്പെട്ടത്? ആത്മാവിനോടാണോ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഈ ശരീരത്തിനോടാണോ ആവശ്യപ്പെട്ടത്? നല്ലൊരു ക്വസ്റ്റ്യനാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലേ. വഴിന്ന് മാറൂന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിനോടാണോ മാറാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിനോടാണോ മാറാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ആത്മാവിനോടോ ദേഹത്തോടോ, ആരോടാ പറഞ്ഞതെന്ന് ചോദിച്ചു. ആത്മാവ് സർവവ്യാപിയാണ്, നിഷ്ക്രിയമാണ്, നിത്യശുദ്ധവുമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗീതയിൽ അല്ലേ. ആത്മാവ് സർവവ്യാപിയാണ്, നിഷ്ക്രിയയാണ്, നിത്യശുദ്ധവുമാണ് ആത്മാവ്. ഗംഗാജലത്തിലോ അതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഗംഗാജലത്തിൽ പൗർണമി വന്നാൽ ഗംഗയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. ഗംഗയിൽ നമുക്ക് കാണാൻ പറ്റും, യമുനയിലും എവിടെ ആണേലും കാണാൻ പറ്റും. ഇതേ നമ്മളൊരു വലിയ തൊട്ടിയിൽ വെള്ളം വെച്ചാലും ചന്ദ്രൻ്റെ നിഴൽ അതിൽ പതിക്കും അല്ലേ. അപ്പോൾ ചന്ദ്രന് അവിടെ വ്യത്യാസമില്ല. ഗംഗയിലായാലും യമുനയിലായാലും ചന്ദ്രൻ്റെ പ്രതിബിംബം കാണാൻ പറ്റും. ഇതേ ചന്ദ്രൻ്റെ പ്രതിബിംബം ഒരു വലിയ തൊട്ടിയിൽ വെള്ളം വെച്ചാൽ അതിൽ നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ചന്ദ്രന് വ്യത്യാസമില്ല. പിന്നെയോ ദേഹം ജഡമാണ്. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ജഡമാണ്. ജഡം എന്ന് പറഞ്ഞാൽ ശവം. നമ്മളുടെ ആത്മാവ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്തായി, ജഡമായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മാറിപ്പോകാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. പിന്നെയോ അപ്പോൾ ശങ്കരൻ അങ്ങ് സ്തംഭിച്ചു പോയി. ആത്മാവിനെ കുറിച്ചും ശരീരത്തെക്കുറിച്ചൊക്കെ ഈ ചണ്ടാളൻ പറയുന്നത് കേട്ടിട്ട്. അപ്പൊ എന്തായി, ഇത് ഒരു ഈശ്വരന്റെ ലീലയാണ്. ശങ്കരൻ മനസ്സിലാക്കി. ഇത്രയും അറിവോടുകൂടി ചോദിക്കണമെങ്കിൽ ഇത് ഈശ്വരന്റെ ലീല തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്തു ശങ്കരാചാര്യർ? സാഷ്ടാംഗം പ്രണമിച്ചു ഈ ചണ്ടാളനെ. എന്നിട്ട് എന്ത് ചെയ്തു? നമസ്കരിച്ച് മനീഷാ പഞ്ചകം എന്ന് പിന്നീട് ഇപ്പം നമ്മൾ അറിയപ്പെടുന്ന മനീഷാ പഞ്ചകം, അത് ശങ്കരാചാര്യർ എന്ത് ചെയ്തു? 5 ശ്ലോകങ്ങൾ ചൊല്ലി. ഈ മനീഷാ പഞ്ചകത്തിലെ 5 ശ്ലോകങ്ങൾ ചൊല്ലി. അത് ഇപ്പോഴാണ് മനീഷാ പഞ്ചകം എന്നറിയപ്പെടുന്നത്. ഈ ചാണ്ടാളനെ നമസ്കരിച്ചുകൊണ്ട് മനീഷാ പഞ്ചകം എന്ന് പിന്നീട് പ്രസിദ്ധമായിട്ടുള്ള 5 ശ്ലോകങ്ങൾ ചൊല്ലി ശങ്കരാചാര്യർ. സർവഭൂതങ്ങളിലും സമബുദ്ധിയുള്ളവനായി
അതുപോലെ ആചരിക്കുന്നവൻ ആരായാലും, ചണ്ടാളനായാലും ശരി, ദ്വിജനായാലും ശരി, എൻ്റെ ഗുരു തന്നെ എന്ന് പറഞ്ഞു. എന്താണ് ശങ്കരാചാര്യർ പറയുന്നു? സർവഭൂതങ്ങളിലും ഒരേ ബുദ്ധിയോടെ, ഒരു പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ മൃഗമെന്നോ മനുഷ്യനെന്നോ ഇല്ല, ആരെന്നില്ലാതെ ഒരേ ബുദ്ധിയോടുകൂടി ഉളവായി അതുപോലെ ആചരിക്കുന്നവൻ ചണ്ടാളനാവട്ടെ ദ്വിജനാവട്ടെ ആരും ആവട്ടെ എൻ്റെ ഗുരുവാണ് എന്ന് ആര് പറയുന്നു? നമ്മുടെ ശങ്കരാചാര്യർ പറയുന്നു. അങ്ങനെയുള്ള അങ്ങയുടെ പാദങ്ങളിൽ ശതകോടി പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യർ നമ്മുടെ ചണ്ടാളന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. ഉടനെ തന്നെ ഈ ചണ്ടാള രൂപം മാറിപ്പോയി. കാശി വിശ്വനാഥൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നല്ല പ്രസന്നവദനായിട്ട് ശങ്കരനെ അനുഗ്രഹിച്ചിട്ട് നമ്മുടെ മഹാദേവൻ പറയാണ്, വൈദിക ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ടാണ് നീ അവതരിച്ചിരിക്കുന്നത്. ബ്രഹ്മസൂത്ര ഗ്രന്ഥത്തിന് ഭാഷ്യം രചിച്ച് വേദസാരമായിരിക്കുന്ന അദ്വൈത ജ്ഞാനം പ്രചരിപ്പിക്കുക, ലോകഹിതത്തിനായി പ്രവർത്തിക്കുക. അപ്പൊ എന്താ പറയണത്? അദ്വൈതമായിരിക്കുന്ന ബ്രഹ്മസൂത്ര ഗ്രന്ഥത്തിന് ഭാഷ്യം എഴുതിയിട്ട് വേദസാരമായിരിക്കുന്ന അദ്വൈത ജ്ഞാനം നീ എന്ത് ചെയ്യണം? പ്രചരിപ്പിക്കണം. ഇത് മഹാദേവൻ ചണ്ടാള രൂപത്തിൽ വന്നിട്ട് ശങ്കരാചാര്യരോട് പറഞ്ഞതാണ്. ലോകഹിതനത്തിനായി പ്രവർത്തിക്കുക. ലോകഹിതം എന്ന് പറഞ്ഞാൽ എന്താണോ സമൂഹത്തിന് നന്മ, അതിനു വേണ്ടിയിട്ട് നീ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കരന് ഭയങ്കര സന്തോഷമായി. കാരണം ചണ്ടാളന്റെ രൂപത്തിൽ മഹാദേവൻ വന്നിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ ദർശനമൊക്കെ ചെയ്ത് പിന്നെന്ത് ചെയ്തു? പിന്നീട് ബ്രഹ്മസൂത്ര ഭാഷ്യം രചിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ ശങ്കരാചാര്യർ. മഹാദേവൻ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യണമെന്ന്. അപ്പം അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു തുടങ്ങി. ഒടുവിൽ ബാധാരായണ വ്യാസന്റെ തലസ്ഥാനമായിരിക്കുന്ന ബദ്രിക ആശ്രമത്തിൽ ചെന്നിട്ട് ഈ കാര്യം അവിടെ ചെന്ന് ബദ്രികാശ്രമത്തിൽ പോയിട്ട് ഈ കാര്യം ചെയ്യാം എന്ന് വിചാരിച്ച് അദ്ദേഹം ഉറപ്പിച്ചു. എന്നിട്ട് കുറച്ച് ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഗംഗാതീരത്തിലൂടെ ശങ്കരൻ എവിടേക്ക് പോകുന്നു? ബദരികാശ്രമത്തിലേക്ക് പോവാണ്. ആ വഴിയിൽ പല പല പ്രസിദ്ധമായിരിക്കുന്ന തീർത്ഥക്ഷേത്രങ്ങളും രാജധാനികളൊക്കെ കണ്ട് കന്യകാഭുജം, ഹസ്തിനാപുരി എല്ലാം കടന്നിട്ട് ഹരിദ്വാറിൽ എത്തിച്ചേർന്നു. ആര്? നമ്മുടെ ശങ്കരാചാര്യർ. ആ ബാലസന്യാസിയെ കണ്ടപ്പോൾ, ചെറിയ കുട്ടിയാണല്ലോ, ആ ബാലസന്യാസിയെ കണ്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും വിസ്മയിച്ചു. എന്താ ഇത്? ഈ ചെറിയ കുട്ടി സന്യാസിയായിട്ട് വന്നിരിക്കുന്നു. അത്ഭുതം തന്നെ. കാരണം കുഞ്ഞുങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലല്ലോ. പക്ഷെ ഭയങ്കര തേജസ്സോടുകൂടി പൂർണ്ണമായ അറിവോടെ ജ്ഞാനത്തോടെ വന്ന ഈ ബാലനെ കണ്ടപ്പോൾ അവിടെ എല്ലാവരും ഞെട്ടിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാവരും ബഹുമാനിച്ചു ഈ ശങ്കരാചാര്യർ ബാലരൂപത്തിൽ അവിടെ ചെന്നപ്പം. ഹരിദ്വാറിൽ നിന്നും യജ്ഞഭൂമിയായിരിക്കുന്ന ഋഷികേശിൽ ആചാര്യർ എത്തിച്ചേർന്നു. ഹരിദ്വാറിൽ നിന്നും ഋഷികേശിലേക്ക് അദ്ദേഹം എത്തി. എന്നിട്ടോ അവിടുത്തെ യജ്ഞേശ്വര ക്ഷേത്രത്തിൽ പോയപ്പോൾ വിഷ്ണു വിഗ്രഹം കാണുന്നില്ല. ശങ്കരാചാര്യർ അവിടുത്തെ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ വിഷ്ണു വിഗ്രഹം കാണുന്നില്ല. അപ്പം അദ്ദേഹം അതേപ്പറ്റി ചോദിച്ചു. കുറേ കാലം മുമ്പ് ചൈനക്കാരായ കൊള്ളക്കാരെ പേടിച്ചിട്ട് വിഗ്രഹം ഒരു ഗംഗയിലേക്ക് എറിഞ്ഞു. വിഗ്രഹം എടുത്തിട്ട് ഗംഗയിലേക്ക് എറിഞ്ഞു. എന്നിട്ടോ പിന്നീട് അത് കണ്ടു കിട്ടാതെ വന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. ആ വിഗ്രഹം കാണുന്നില്ല, ഭഗവാന്റെ വിഗ്രഹം കാണുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ശങ്കരൻ മനസ്സിലാക്കി ഇവിടെ വിഷ്ണുവിൻ്റെ വിഗ്രഹവും ഇല്ല. ശരി, ഇത് യുദ്ധമൊക്കെ നടക്കുന്ന ആ ഒരു ശത്രുക്കളെയൊക്കെ ഭയന്നിട്ട് ഈ വിഗ്രഹം എടുത്തിട്ട് ഗംഗയിലേക്ക് ഒഴുക്കി വെച്ചിരിക്കുകയാണ്, ഉള്ളിലിട്ടിരിക്കുകയാണ്, അതാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഉടനെ തന്നെ ആചാര്യർ എന്ത് ചെയ്ത് ഒരു സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുമ്പെയാണ് ഈ വിഗ്രഹം അവർ ഗംഗയിലേക്ക് ഒഴുക്കിയത്. അപ്പോൾ പറയാണ് ശങ്കരർ ഒരു ഗംഗയിൽ തന്നെ ഒരു സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ നോക്കിക്കഴിഞ്ഞാൽ വിഗ്രഹം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ ശങ്കരാചാര്യരുടെ ശിഷ്യഗണങ്ങളും അവിടെയുള്ളവരെല്ലാം കൂടെ ഗംഗയിൽ ഇറങ്ങിയിട്ട് നോക്കിയപ്പോഴേക്കും വിഗ്രഹം കണ്ടുകിട്ടി. ഭഗവാന്റെ യഥാവിധി പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് നടത്തിയ ശേഷം ശങ്കരൻ എന്ത് ചെയ്ത് ഉത്തരഭാഗത്തിലേക്ക് യാത്ര പോയി. അദ്ദേഹം അവിടെ വന്നിട്ട് ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടാണ് ഉത്തര ഭാരതത്തിലേക്ക് പോണത്. കുറേ ദൂരം പോയപ്പോൾ വിതുരര് തപസ് ചെയ്തിരുന്ന ലക്ഷ്മണ ചൂലയിലെത്തി. വിതുരര് തപസ് ചെയ്തുകൊണ്ടിരുന്ന തപസ്ഥാനമായിരിക്കുന്ന ലക്ഷ്മണ ചൂലയിലെത്തി. അവിടെ നിന്ന് ഭഗവാന്റെ ദർശനം എല്ലാം എടുത്ത് ഗംഗയുടെ മറുകരയിൽ പോയിട്ട് ഒരു വലിയ ബഹുലമായിരിക്കുന്ന ഒരു വിജനമായിരിക്കുന്ന ഒരു പർവ്വതമുണ്ട്, വലിയ പർവ്വതം. ആ പർവ്വതവും കടന്നിട്ട് വ്യാസന്റെ ആശ്രമത്തിലേക്ക് പോയി. എന്നിട്ട് വ്യാസ ഭഗവാന്റെ വിഗ്രഹമൊക്കെ കണ്ട് ദേവപ്രയാഗിലേക്ക് പുറപ്പെട്ടു ശങ്കരാചാര്യ. അദ്ദേഹം ഭാരതം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ദേവപ്രയാഗിലേക്ക് പോയി. ദേവപ്രയാഗില് നമ്മുടെ അളകനന്ദയും ഭാഗീരഥിയും കൂടെ യോജിക്കുന്നുണ്ട് ദേവപ്രയാഗില്.
അളകനന്ദയും ഭാഗീരഥി നദിയും കൂടെ നല്ല ഭംഗിയായിട്ട് യോജിക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ഈ ദേവപ്രയാഗ് എന്ന് പറയുന്നത്. അളകനന്ദ നദിയും ഭാഗീരഥി നദിയും കൂടെ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് വന്നിട്ട് അവിടെ യോജിക്കും. അതാണ് ദേവപ്രയാഗ്. ആ സ്ഥലത്ത് ഗണപതി, ശ്രീരാമൻ, പരമശിവൻ, ഭഗവതി എന്നീ ദേവതകളുടെ സ്ഥാനങ്ങളെല്ലാം പ്രസിദ്ധമായ സ്ഥലങ്ങളാണ്. ഭഗവതിയുടേതും ഗണേശ ഭഗവാന്റെയും മഹാദേവന്റെയും ഒക്കെ ശ്രീരാമസ്വാമിയുടെ ഒക്കെ വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് ഈ ദേവപ്രയാഗ് എന്ന് പറയുന്നത്. അങ്ങനെ ആചാര്യൻ എന്ത് ചെയ്തു, ശിഷ്യന്മാരോടുകൂടി ബ്രഹ്മകുണ്ഡത്തിൽ പോയിട്ട് കുളിച്ച് വിധിപ്രകാരം ആ ദേവതകളെ എല്ലാം ദർശനം നടത്തി ദേവപ്രയാഗിൽ നിന്ന് ആചാര്യർ എങ്ങോട്ടാ പോകുന്നത്, വില്ലഖേദാരം എന്ന സ്ഥലത്തെത്തി. വില്ലഖേദാരം എന്ന സ്ഥലത്തെത്തി. അത് മാർക്കണ്ഡേയൻ തപസ് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. മാർക്കണ്ഡേയൻ അറിയില്ലേ നമുക്ക്? അദ്ദേഹം തപസ് ചെയ്ത സ്ഥലമാണ് ഈ പറയുന്ന വില്ലഖേദാരം എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ ശങ്കരാചാര്യർ വില്ലഖേദാരത്തിലെത്തി. ആ സ്ഥാനം കണ്ടതിന് ശേഷം ആചാര്യർ എന്ത് ചെയ്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗന്ദര്യമാണ്. കാറ്റ്, കുഞ്ഞു കുഞ്ഞു മഞ്ഞ്, പൂമ്പാറ്റ, പൂക്കള്, മയില്, കുയില് എല്ലാം കൂടി അടങ്ങിയൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ പറയുന്ന. ഒരു മിനിറ്റേ, അത് തരില്ല എനിക്ക്. ഇല്ല, മമ്മിക്ക് ഫോൺ ഇതായിപ്പോ, ചാർജ് ഇല്ല പൊന്നു, കുറവാ, 7% അവന് എക്സ്റ്റൻഷൻ ബോർഡ് വേണം. തരാം, ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ നോക്കി പഠിക്കാൻ എക്സ്റ്റൻഷൻ ബോർഡ് വേണം. എനിക്ക് ചാർജ് എപ്പോൾ തരാം മമ്മി, മോനെ ഇരിക്കും, കുറച്ച് നേരം കൊണ്ട് തരാം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗന്ദര്യമാണ്. കമലേശ്വരനായിരിക്കുന്ന മഹാദേവൻ്റെയും വിഷ്ണുവിൻ്റെയും പഞ്ചപാണ്ഡവന്മാരുടെയും നാരദൻ്റെയും ഒക്കെ ക്ഷേത്രങ്ങൾ ഈ സ്ഥലത്തുണ്ട്. അങ്ങനെ ഇരിക്കെ എന്താ ഉണ്ടായത്, ലക്ഷ്മി ഭഗവതിയുടെ സ്വയംവരം അവിടെ വെച്ചാണ് നടന്നതെന്നാണ് നമുക്ക് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. എങ്കിലും ആ കാലങ്ങളിലെല്ലാം ശാക്തേയന്മാർക്കായിരുന്നു അവിടെ പ്രാബല്യം. ലക്ഷ്മി ദേവിയും നാരായണനും ഒക്കെ ഉണ്ടെങ്കിലും ശാക്തേയമായിരുന്ന ആളുകളുണ്ട്. ശാക്തേയത്തിൽ പോകുന്ന ആളുകൾക്കാണ് അവിടെ പ്രാധാന്യം. ദേവീ സ്ഥാനത്തിൽ ശ്രീയന്ത്രശില, ശ്രദ്ധിച്ചു കേൾക്കണേ, ദേവീ സ്ഥാനത്തിൽ ശ്രീയന്ത്രശില, രാജരാജേശ്വരി, കംസമർദ്ദിനി, ഗൗരി, ചാമുണ്ടി, മഹിഷാസുരമർദ്ദിനി എന്നിങ്ങനെയുള്ള കുറേ സിദ്ധപീഠങ്ങൾ ആ സ്ഥലത്തുണ്ട്. ഒത്തിരി സിദ്ധപീഠങ്ങളുണ്ട്. അതിനടുത്തായിട്ട് ഒരു ശിലാഖണ്ഡത്തിൽ നരബലി നടത്തി വരുന്നുണ്ടായിരുന്നു. താന്ത്രിക മാർഗാനുയായികൾക്ക് അവിടെ പ്രത്യേകം, താന്ത്രിക വിധി പ്രകാരം ചെയ്യുന്നവർക്ക് അവിടെ പ്രത്യേകം എന്താ പറയുക, സഞ്ജുട്ടെ, അവിടെ പ്രത്യേകം ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത്. അവിടെ നരബലി വരെ നടത്തുന്നുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം കേട്ടോ, ഇത് ഒരുപാട് കൊല്ലം മുമ്പേയുള്ള കാര്യങ്ങളാണ് പറയണേ. ആചാര്യർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ശ്രീക്ഷേത്രത്തിലെ ദേവവിഗ്രഹങ്ങളെല്ലാം പോയി നോക്കി. അവിടെയുള്ള എല്ലാ വിഗ്രഹങ്ങളെയും പോയി നോക്കി വിശ്രമത്തിനായിട്ട് കുറച്ച് അവിടെ താമസിച്ചു ആ സ്ഥലത്ത്. അവിടുത്തെ പണ്ഡിതന്മാർ നേരെ ആചാര്യൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ആചാര്യർ അവിടെ ഉപദേശം നടത്തിയപ്പോൾ. എന്നിട്ട് കാളീ ക്ഷേത്രത്തിലെ നരബലി നിർത്തേണ്ടതാണെന്ന് നമ്മുടെ ശങ്കരാചാര്യർ കൃത്യമായിട്ട് പറഞ്ഞു. കാളീ ക്ഷേത്രത്തിലെ നരബലി പാടില്ല, ചെയ്യരുത്, ബലി കൊടുക്കാൻ പാടില്ല എന്ന് ശങ്കരാചാര്യർ എന്ത് ചെയ്തു, നമ്മുടെ വരാൻ പറയും വിനോദ് മാമനോട്, അവിടെയുള്ള ആചാര്യന്മാരോട് പറഞ്ഞു ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ ബലിപീഠം ഗംഗയിൽ നിക്ഷേപിക്കപ്പെട്ടു. ശങ്കരാചാര്യർ എടുത്തിട്ട് ശങ്കരാചാര്യർ എന്ത് ചെയ്ത് ആ നരബലി നടത്തിയ ആ പീഠം എടുത്തിട്ട് നേരെ ഗംഗയിലേക്കിട്ട് അന്ന് മുതൽ അവിടെ നരബലി നിലനിന്നു. മീൻസ് നെൽപ്പായി അവിടെ. പിന്നെ നരബലി പിന്നെ നടന്നിട്ടില്ല. തീർത്തും ശങ്കരാചാര്യർ അവിടെ ഉണ്ടായിരുന്ന ആ നരബലി സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ശ്രീക്ഷേത്രത്തിൽ നിന്ന് ആചാര്യർ എവിടെ പോയി, ദുർഗപ്രയാഗിലേക്ക് യാത്രയായി. ദുർഗപ്രയാഗ്, ഓക്കെ, ദുർഗ അല്ല, രുദ്രപ്രയാഗ്, ക്ഷമിക്കണം, രുദ്രപ്രയാഗിലേക്ക് അദ്ദേഹം ചെന്നു ഈ ശ്രീക്ഷേത്രത്തിൽ നിന്ന്. എന്നിട്ട് അവിടെ മന്ദാകിനി നദിയും അളകനന്ദ നദിയും കൂടി ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അത് കർണപ്രയാഗ് എന്ന് പറയും. ആ കർണപ്രയാഗിലേക്ക് പോയി. അത് കർണന്റെ തപസ്ഥാനമാണ്. കർണൻ തപസ് ചെയ്ത സ്ഥലമാണ് ഈ കർണപ്രയാഗ് എന്ന് പറയുന്നത്. കണ്വമുനിയുടെ ആശ്രമവും അവിടെ തന്നെയുണ്ട്. നമ്മുടെ കണ്വമുനിയിലെ അദ്ദേഹത്തിൻ്റെ ആശ്രമവും ആ സ്ഥലത്ത് തന്നെയുണ്ട്. കർണപ്രയാഗില്
കർണപ്രയാഗില് ഉമാഭഗവതിയുടെയും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളെല്ലാം ആ കർണപ്രയാഗിലുണ്ട്. ഓക്കെ, സഞ്ജുട്ടൻ കളിക്കുക. അവൻ ജിമ്മിൽ പോയി വന്നിട്ട് എൻ്റെ ക്യാമറയുടെ ബാക്ക് കൂടിയാണ് കുളിക്കാൻ പോണത്. അപ്പം ഞാനെങ്ങാണ്ട് ബാക്ക് ക്യാമറ ഓണാക്കുമെന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് എത്തി നോക്കിയിട്ട് ഓടി റൂമിലേക്ക് ഓടി. രുദ്രപ്രയാഗ്, അതെ തെറ്റിപ്പോയതാ. എപ്പോഴും ദുർഗ 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 വായൽ തെറ്റിപ്പോയി. എനിവേ, അദ്ദേഹം എന്ത് ചെയ്ത്, കർണൻ തപസ് ചെയ്ത ആ സ്ഥലം, കണ്വമുനി താമസിക്കുന്ന ആ ആശ്രമവും എല്ലാം ഈ പറയുന്ന സ്ഥലത്തുണ്ട്. അങ്ങനെ പിണ്ഡാരക നദി, ഒരു നദിയുടെ പേരാണ് പിണ്ഡാരക നദി, അളകനന്ദയുമായിട്ട് സമ്മേളിക്കുന്നത്. ഈ രണ്ട് നദികളും ചേരുന്നതും ഈ പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ കർണപ്രയാഗില് ഉമാഭഗവതിയുടെയും കുറേ ക്ഷേത്രങ്ങളുണ്ട് കർണപ്രയാഗില്. ആചാര്യർ എന്ത് ചെയ്തു, ശിഷ്യന്മാരുടെ കൂടെ അവിടെ എല്ലാം പോയി കണ്ടു. എല്ലാ ക്ഷേത്രങ്ങളും പോയി കണ്ടിട്ട് നന്ദപ്രയാഗിലേക്ക് നടക്കാൻ തുടങ്ങി. കർണപ്രയാഗ്, അതുപോലെ രുദ്രപ്രയാഗ്, നന്ദപ്രയാഗ്, ഒരുപാടുണ്ട്. നമ്മൾ കേട്ടറിവ് പോലും ഇല്ല അല്ലേ. ചിലതൊക്കെ നമുക്കറിയാം, ചിലതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആചാര്യർ അവിടെ നിന്ന് നേരെ എങ്ങോട്ട് പോകുന്നു, നന്ദപ്രയാഗിലേക്ക് പോയി. നന്ദപ്രയാഗിൽ നിന്നാണ് ബദരി ക്ഷേത്രം ആരംഭിക്കുന്നത്. മനസ്സിലായോ? നന്ദപ്രയാഗിലാണ് അവിടെ ബദരി ക്ഷേത്രം ആരംഭിക്കുന്നത്. അവിടെ മന്ദാകിനി നദി അളകനന്ദ നദിയോടുകൂടി സംയോജിക്കുകയാണ്. പണ്ട് നന്ദൻ എന്ന് പേരുള്ള ഒരു രാജാവ് ഇവിടെ തപസ് ചെയ്തിരുന്നു, ഈ സ്ഥലത്ത്, ഇപ്പൊ പറഞ്ഞ സ്ഥലത്ത്. ആ സ്ഥലത്തിന് അങ്ങനെയാണ് നന്ദപ്രയാഗ് എന്നുള്ള പേര് കിട്ടിയത്. ഒരു നന്ദൻ എന്ന് പറയുന്ന ഒരു രാജാവ് കുറേ വർഷം മുമ്പേ അവിടെ തപസ് ചെയ്തതുകൊണ്ടാണ് ആ സ്ഥലത്തിന് നന്ദപ്രയാഗ് എന്ന് പറയുന്ന പേര് കിട്ടിയത്. അങ്ങനെ അവിടെ മഹാദേവനെ ഉദ്ദേശിച്ച് വസിഷ്ഠ മുനി തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത്. മഹാദേവനെ കിട്ടാൻ, മീൻസ് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് മഹാദേവന്റെ ഒരു അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ വസിഷ്ഠ മുനി തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മഹാദേവനെ നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്, വസിഷ്ഠേശ്വര ശിവൻ. ആ സ്ഥലത്ത് ഉള്ള മഹാദേവനെ അറിയപ്പെടുന്നത് വസിഷ്ഠ മുനി മഹാദേവനെ കിട്ടാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് അനുഗ്രഹത്തിന് വേണ്ടി തപസ് ചെയ്തതുകൊണ്ട് അവിടെയുള്ള മഹാദേവനെ വസിഷ്ഠേശ്വര ശിവൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അതിൻ്റെ അടുത്താണ് വിരഹിഗംഗ എന്ന് പറയുന്ന നദിയുള്ളത്. അവിടെ സതീവിരഹത്തിന് ശേഷം, സതീദേവി മഹാദേവന്റെ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷം മഹാദേവൻ തപസ് ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്ത്. അതുകൊണ്ടാണ് അവിടെയുള്ള വിരഹേശ്വര ഭഗവാന്റെ വിഗ്രഹം ഇപ്പോഴും അവിടെ ഉണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. മഹാദേവൻ സതീദേവിയെ നഷ്ടപ്പെട്ടപ്പോൾ അവിടെ ഇരുന്ന് വേദനയോടുകൂടി തപസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വിരഹിഗംഗ എന്നറിയപ്പെടുന്നത്. മാത്രമല്ല അവിടെ വിരഹേശ്വര മഹാദേവന്റെ വിഗ്രഹമുണ്ട്. ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരുന്ന സമയമാണല്ലോ, വിരഹമാണല്ലോ. അങ്ങനെ നന്ദപ്രയാഗിൽ നിന്ന് ആചാര്യര് ഗരുഡഗംഗയിലേക്ക് തിരിച്ചു. ഗരുഡഗംഗ കേട്ടിട്ടുണ്ടോ ഈ പേരൊക്കെ? ഗരുഡഗംഗയിലേക്ക് പോയി. ഈ സ്ഥാനത്താണ് നമ്മുടെ ഗരുഡൻ വിഷ്ണുവിന്റെ അനുഗ്രഹത്തിനായിട്ട് തപസ് ചെയ്തത്. അപ്പോൾ അന്ന് ഗരുഡൻ വിഷ്ണുവിനെ തപസ് ചെയ്ത ആ വിഗ്രഹം, ആ വിഷ്ണു വിഗ്രഹം ഇന്നും അവിടെ ഉണ്ട്, ആ സ്ഥലത്തുണ്ട്. ഇവിടൊക്കെ നമുക്ക് പോണ്ടേ ഈ സ്ഥലമൊക്കെ കാണാൻ? അങ്ങനെ ഗരുഡൻ വിഷ്ണുവിനെ ധ്യാനിച്ചിട്ട് തപസ് ചെയ്ത ഗരുഡേശ്വരനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ വിഗ്രഹം ഇപ്പോഴും ആ സ്ഥലത്തുണ്ട്. ആ ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ കുളിച്ചാൽ വിഷബാധകളെല്ലാം മാറിക്കിട്ടും എന്നാണ് ശാസ്ത്രം. അങ്ങനെ ഗണേശ ഗംഗയിലേക്കാണ് പിന്നീട് ആചാര്യർ പോയത്. അവിടെ നിന്ന് വിരഹിഗംഗയിൽ നിന്ന് അദ്ദേഹം നേരെ പോയത് ഗണേശ ഗംഗയിലേക്ക് പോയി. അവിടെ ആ തീർത്ഥ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപാതനാശകമാണെന്നാണ് പറയുന്നത്. അതായത് അവിടുത്തെ മണ്ണ് സിന്ദൂരത്തിന്റെ കളറാണ് ആ സ്ഥലത്തുള്ള മണ്ണ്. ഓക്കെ, അതിന് വടക്കായിട്ടാണ് ചർണ്വതി നദി ഒഴുകുന്നത്. ചർണ്വതി നദി, അങ്ങനെ ഒരു നദി അവിടെ ഒഴുകുന്നുണ്ട്. അവിടുത്തെ ദേവത എന്ന് പറഞ്ഞാൽ ചണ്ഡികാദേവിയാണ്. ചണ്ഡീദേവി നമ്മൾ പറയുന്നത് ചണ്ഡികാദേവിയാണ്. നമുക്ക് പോവാം, നമുക്ക് പോവാം. ശ്രീകണ്ഠൻ പ്രഭുവും കൂടി വരട്ടെ. അദ്ദേഹം മിലിറ്ററിയിലായതുകൊണ്ടും കുറേ നോർത്തിലൊക്കെ നല്ല പരിചയവും എന്താ പറയുക, നല്ല ലാംഗ്വേജ് എല്ലാം നല്ല ഫ്ലുവൻ്റ് ആയിരിക്കും. നമുക്ക് സാറ് വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരു ട്രിപ്പ് അങ്ങോട്ടേക്കാം. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാമല്ലോ. നമ്മളിതൊക്കെ കേൾക്കുന്നല്ലേ, നമുക്ക് മാക്സിമം ഇതൊക്കെ കണ്ട് നല്ല ഭഗവാന്റെ അനുഗ്രഹമൊക്കെ എടുത്ത് അങ്ങനെ പോവാം മഞ്ജരീസ് ഫാമിലിക്ക്. ഓക്കെ, ആ മണ്ണിന് ഇപ്പോഴും സിന്ദൂരത്തിൻ്റെ നിറാണ്. അതിന് വടക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ചർണ്വതി നദി ഒഴുകുന്നത്. അവിടെ ദേവത ചണ്ഡികാദേവിയാണ്. അതിന് വടക്ക് ഭാഗത്ത് ആ ചണ്ഡികാ ദേവി ഇരിക്കുന്നതിന് വടക്ക് ഭാഗത്ത്, അതായത് ചർണ്വതി നദിയുടെ വടക്ക് ഭാഗത്താണ് മേഷാദ്രി പർവ്വതമുള്ളത്. മേഷാദ്രി പർവ്വതം
അതും കടന്നിട്ട് ഗൗരിയാശ്രമത്തിലെ കാണാൻ പറ്റും. ആ മേഷാർദി പർവ്വതവും കടന്നാൽ ഗൗരിയാശ്രമം കാണാൻ പറ്റും. അതിന് കുറേ ദൂരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വിഷ്ണുകുണ്ടത്തിന് അപ്പുറത്താണ് ജ്യോതിർധാമം. ഇതൊക്കെ എവിടെയല്ലേ ഭാരതത്തിൽ? നമ്മൾ എന്താ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. നമ്മളിങ്ങനെ കുറെ അവിടെ പോവും ഇവിടെ പോവും തിരിച്ചു വരും. ഇതൊക്കെ എന്തൊക്കെ പേരുകൾ, എന്തൊക്കെ സ്ഥലങ്ങൾ, എത്ര പവിത്രമാണ് നമ്മുടെ ഭാരതം എന്ന് ആലോചിച്ച് നോക്കിക്കേ. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കിയ പല വിദേശികളും വന്നു പോകുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന സ്വദേശികളായ നമ്മൾ പോണില്ല എന്നുള്ളതാണ്. നമുക്ക് പോകണം, നമുക്ക് എല്ലാവർക്കും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഹോട്ടൽ മൊത്തത്തിൽ ബുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് പോകാം. അങ്ങനെയാണ് മഞ്ജരീസ് പോകാറ്. ഭക്ഷണമൊക്കെ നമുക്ക് അപ്പന വാങ്ങിച്ച് കഴിക്കാം. ഓക്കെ, എല്ലാവരും ഒരു ഹോട്ടലിൽ കയറി അവനവന് ആവശ്യമുള്ള ഓർഡർ ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ച് നമ്മൾ കഴിച്ച് നമ്മൾ തിരിച്ചു വരും. അല്ലാണ്ട് ഒരു പാക്കേജ് ടൂറൊന്നും നമ്മൾ വെക്കുന്നില്ല കേട്ടോ. പാക്കേജ് ടൂറൊക്കെ ആകുമ്പോൾ ഒരുപാട് പൈസയൊക്കെ, അതൊന്നും വേണ്ട. നമുക്ക് പാക്കേജ് ടൂറൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മളെ ഫാമിലി എങ്ങനെ പോകും അതുപോലെ പോകാം. എല്ലാവർക്കും ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമുക്കൊരു ഗ്രൂപ്പായിട്ട് സന്തോഷമായിട്ട് കളിച്ചിരിച്ചു പോകാം. ഭക്ഷണം വേണ്ടവർ വാങ്ങിച്ച് കഴിക്കാം, വേണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. വളരെ സന്തോഷമായിട്ട് നമ്മളൊരു കുടുംബമായിട്ട് എങ്ങനെ പോകും അതേപോലെ പോകാം. ഓക്കെ, അങ്ങനെ വിഷ്ണുകുണ്ടത്തിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? ജ്യോതിർധാമമുണ്ട്. അങ്ങനെ ജ്യോതിർധാമത്തിലേക്ക് നമ്മുടെ ശങ്കരാചാര്യർ എത്തി. അദ്ദേഹത്തിൻ്റെ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എവിടെ നിന്ന് തുടങ്ങിയ യാത്രയാണ്? കാലടിന്ന് തുടങ്ങിയ യാത്ര. അദ്ദേഹം എത്തുന്നത് എവിടെയാണ്? ജ്യോതിർധാമത്തിലേക്ക് എത്തി. അങ്ങനെ ജ്യോതിർധാമത്തിൽ എത്തിയിട്ട് ആചാര്യർ ആ പ്രകൃതി ശരിക്കും അങ്ങ് നോക്കി. ഭയങ്കര മനോഹാരിത ആ പ്രകൃതി. അവിടെ വിഷ്ണുഗംഗയും അളകനന്ദ നദിയും കൂടെ യോജിക്കുകയാണ് ഈ സ്ഥലത്ത്, ഈ ജ്യോതിർധാമത്തിൽ. ആ സംഗമമാണ് പ്രസിദ്ധമായ വിഷ്ണുപ്രയാഗ്. മനസ്സിലായോ? നെറ്റിന്റെ പ്രശ്നം വേറെ ഒന്നല്ല. അങ്ങനെ ജ്യോതിർധാമത്തിൽ വന്ന് നല്ല പ്രകൃതി രമണീയമായ ആ സ്ഥലത്തെത്തിയിട്ട് അവിടെ വിഷ്ണുഗംഗയും അളകനന്ദയും കൂടി യോജിക്കുന്നുണ്ട്. ആ സംഗമ സ്ഥാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിഷ്ണുപ്രയാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ വാസുദേവ ക്ഷേത്രം, നരസിംഹക്ഷേത്രം, ദുർഗാപീഠം, ജ്യോതിർലിംഗ ശിവക്ഷേത്രം എല്ലാം ഭയങ്കര ഫേമസാണ്. വിഷ്ണുപ്രയാഗിലുള്ള ഭയങ്കര വിഖ്യാതമായ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളാണത്. അവിടുത്തെ രാജാവിൻ്റെ അതിഥികളായിട്ട് നമ്മുടെ ശങ്കരാചാര്യരും ശിഷ്യന്മാരും കുറേ ദിവസം അവിടെ താമസിച്ചു. അങ്ങനെ ആചാര്യന്മാരുടെ അദ്വൈതോപദേശം എല്ലാവരെയും സംതൃപ്തിയാക്കി. അദ്ദേഹം ഇങ്ങനെ അദ്വൈതോപദേശം കൊടുത്തുകൊണ്ടിരിക്കണം. അത് കേൾക്കുന്നവർക്കെല്ലാം ആനന്ദവും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടി. നല്ല അറിവല്ല, അതും സാക്ഷാൽ ആചാര്യൻ്റെ വായിൽ നിന്ന് നേരിട്ട് കേൾക്കാണ്. ജ്യോതിർധാമത്തിൽ നിന്ന് ആചാര്യരും ശിഷ്യന്മാരും കൂടെ വിഷ്ണുപ്രയാഗ്, ഭൃഗികുണ്ടം, ഗണേശ തീർത്ഥം അങ്ങനെയുള്ള ഒരുപാട് തീർത്ഥങ്ങളെല്ലാം കണ്ടിട്ട് പാണ്ഡുകേശ്വരം എന്ന സ്ഥലത്തെത്തി. എവിടെയാണ്? പാണ്ഡുകേശ്വരം. ആ സ്ഥലത്ത് പണ്ട് പാണ്ഡു തപസ് ചെയ്ത സ്ഥലമാണ്. പാണ്ഡുവിനെ അറിയില്ലേ? മഹാഭാരതത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? പാണ്ഡു തപസ് ചെയ്ത സ്ഥലമാണത്. അവിടെ എന്ത് ചെയ്തു? പിന്നീട് വൈഖാനസ തീർത്ഥം കടന്ന് അവർ ബദ്രികാശ്രമത്തിലേക്ക് എത്തി. ആ 3 മാസം കൊണ്ട് നമ്മുടെ ആചാര്യൻ്റെ ആഗ്രഹം സഫലമായി. അദ്ദേഹം എന്ത് ലക്ഷ്യത്തിലാണോ വന്നത് അത് സഫലമായി എന്ന് തന്നെ പറയാം. ബദ്രീനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു ആ സ്ഥലം. എന്നിട്ടോ അതിനെ ഭൂവൈകുണ്ഠം എന്നാണ് പറഞ്ഞു വരുന്നത്. ആ സ്ഥലത്തെ ഭൂവൈകുണ്ഠം എന്ന്. ആ സ്ഥലം സന്ദർശിച്ചാൽ ജീവിതത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വൈകുണ്ഠത്തിലെത്തുന്ന പറയണത്. ആ ഭൂവൈകുണ്ഠം കണ്ടാൽ നമുക്ക് എന്തായാലും പോകണം ഭൂവൈകുണ്ഠത്തിൽ. ഓക്കെ, നമുക്ക് പോവാം. അവിടേക്ക് ആചാര്യൻ ചെന്ന് അവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് മരണശേഷം വൈകുണ്ഠത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ബദ്രികാശ്രമത്തിൻ്റെ ആ ഒരു ഭംഗിയും ഗാംഭീര്യവും ഒക്കെ ആചാര്യൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷത്തോടെ ആ ഗാംഭീര്യം, തലയെടുത്ത് നിൽക്കുന്ന നമ്മുടെ ആ ഒരു ബദ്രികാശ്രമത്തിൻ്റെ ഭംഗി അത് കണ്ട് ആചാര്യർ ഇങ്ങനെ ആകർഷിക്കപ്പെട്ട് നിൽക്കുകയാണ്. മുൻപിൽ അഭ്രംഗശങ്കവും നിത്യഹിമണ്ഡിതവുമായ ഹിമഗിരി, ഭയങ്കര ഹിമാലയം ഇങ്ങനെ വിഷ്ണു ഭഗവാന്റെ വിരാട് രൂപത്തിൽ വ്യാപിച്ച് നിൽക്കുക. ഭഗവാൻ ഇങ്ങനെ വിരാട് രൂപത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും അതുപോലെ മുമ്പിൽ ബദ്രികാശ്രമത്തിൻ്റെ മുമ്പിൽ അവിടെ ഹിമാലയം നിൽക്കുന്നുണ്ട്. ഇടതുവശത്തും വലതുവശത്തും നരനാരായണ പർവ്വതങ്ങളുണ്ട്. ഭഗവാൻ ആ രൂപത്തിൽ 2 ബാഹുക്കൾ, അതായത് 2 കൈകളും നീട്ടി ഇങ്ങനെ ഭക്തരെ സ്വന്തം അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ ക്ഷണിക്കുന്നത് പോലെയാണ് ഈ പർവ്വതങ്ങൾ നിൽക്കുന്നത്. നമ്മൾ 2 കൈ ഇങ്ങനെ നീട്ടി വെക്കൂലേ, ഇങ്ങനെ നീട്ടി നമ്മളിങ്ങനെ വെക്കൂലേ, ക്ഷണിക്കില്ലേ, അതേപോലെയാണ് ഈ പർവ്വതങ്ങൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ തോന്നിപ്പോവും ഭഗവാൻ എല്ലാവരെയും ക്ഷണിക്കുന്ന പോലെ, പർവ്വതങ്ങളായി വിരാട് രൂപം പോലെ ഇങ്ങനെ നിൽക്കുന്ന പോലെ. അവിടുത്തെ പണ്ഡിതന്മാര് ബദ്രികാശ്രമത്തിലെ തീർത്ഥങ്ങളെ പറ്റി അങ്ങ് വർണ്ണിക്കാൻ തുടങ്ങി. അവിടുത്തെ ഇഷ്ടം പോലെ തീർത്ഥങ്ങൾ, ഒരുപാട് തീർത്ഥസ്ഥാനങ്ങളുണ്ട് അവിടെ.
അവയുടെ എല്ലാം മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനേ കഴിയില്ല. ഒരുപാട് കാലം മുൻപേ ഋഷിമാരുടെയും രാജാക്കന്മാരെയും മറ്റ് മഹാപുരുഷന്മാരുടെയൊക്കെ സ്മരണകളാണ് അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. വെറുതെ കണ്ടുവരാനുള്ള സ്ഥലങ്ങളല്ല അതൊന്നും. ശരിക്കും നമ്മൾ അവിടെയൊക്കെ ചെന്നാൽ ഫീൽ ചെയ്യണം, ശരിക്കും ഫീൽ ചെയ്യണം. അങ്ങനെ പുരാണ പ്രസിദ്ധമല്ലാത്ത ഒരു സ്ഥലവും അവിടെ ഇല്ല എന്നുള്ളതാണ്. പുരാണത്തിൽ പറയാത്ത ഒരു സ്ഥലവും അവിടെ ഇല്ല. എല്ലാം പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും പവിത്രമായിരിക്കുന്ന ആ തീർത്ഥ സ്ഥാനങ്ങളെല്ലാം കണ്ട് ക്രമേണ നമ്മുടെ ആചാര്യർ എന്ത് ചെയ്തു, ബദ്രീഖണ്ഡത്തിൽ പരമപാവനമായിരിക്കുന്ന നമ്മുടെ നാരായണ ക്ഷേത്രത്തിലേക്ക് എത്തി. ആലോചിച്ച് നോക്കൂ. അതെ 6 മാസത്തിലേ തുറക്കും. അങ്ങനെ അവിടെ തപ്തകുണ്ടത്തിൽ കുളിച്ച് നമ്മുടെ ആചാര്യൻ അവിടെ ഉണ്ടായിരുന്ന തപ്തകുണ്ടത്തിൽ കുളിച്ചിട്ട് ശിഷ്യന്മാരെയും കൂട്ടി ക്ഷേത്രത്തിൻ്റെ അകത്ത് ചെന്ന്, ഋഷിപ്രതിഷ്ഠിതമായിരിക്കുന്ന വിഗ്രഹമല്ല അപ്പം അവിടെ ഉണ്ടായിരുന്നത്, ഋഷിപ്രതിഷ്ഠിതമായ വിഗ്രഹമല്ല അവിടെ ഉള്ളതെന്ന് കണ്ട് ആ പ്രതിഷ്ഠയ്ക്കൊക്കെ ഒരു പോരായ്മയൊക്കെ അദ്ദേഹം കണ്ട് അതിന് പകരം എന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാളഗ്രാമ പൂജയാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ആ സ്ഥലത്ത് സാളഗ്രാമ പൂജ നടത്തി. ആചാര്യർ എന്ത് ചെയ്തു, സാളഗ്രാമ പൂജയൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക. കുറേ നേരമായിട്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ആശ്ചര്യമായി. എന്താ അദ്ദേഹം ആലോചിക്കുന്നത്? ക്ഷേത്രത്തിൽ വിഗ്രഹം കാണാത്തതിനെ പറ്റി ചോദിച്ചപ്പോൾ ചൈനക്കാരായ ആക്രമികളെ പേടിച്ചിട്ട് പൂർവികര് വിഗ്രഹത്തെ എടുത്തിട്ട് നേരെ ഗംഗയിൽ കൊണ്ടുപോയി വിഗ്രഹത്തെ ഭദ്രമായി നിക്ഷേപിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിലല്ല വെച്ചിരിക്കുന്ന വിഗ്രഹത്തെ, നേരെ ആ ഗംഗയുടെ അടിത്തട്ടിൽ വെച്ചിരിക്കുകയാണ്. അതെവിടെയാണെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. നേരെ അവിടെ ചെന്നിട്ട് വിഗ്രഹം ആ ഗംഗയിലുണ്ട്. പക്ഷെ അത് ഗംഗാ നദിയിൽ എവിടെയാണ് ആ വിഗ്രഹം എന്നറിയില്ല. ചൈനക്കാരെ പേടിച്ചിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. വളരെ കാലം ശ്രമിച്ചു നോക്കിയിട്ടും എന്താ പറയുക, അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക്. അങ്ങനെ ആചാര്യർ എന്ത് ചെയ്ത് നാരദകുണ്ടത്തിലേക്ക് നടന്നുപോയി. ഇതെല്ലാം കേട്ടിട്ട് ആചാര്യൻ നേരെ, അപ്പോൾ ഭഗവാൻ നടക്കുന്നത് നിങ്ങൾ കാണണം. ഭഗവാനെ കാണുന്നുണ്ടല്ലോ നമ്മുടെ ആചാര്യനെ. അദ്ദേഹം ഇതേ കാഷായ വസ്ത്രത്തിൽ കയ്യിലൊരു വടിയും ഒരു ദണ്ടൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു പോവാണ്. പോയിട്ട് അവിടുത്തെ നദീഗർഭത്തിൽ ആചാര്യൻ ഇറങ്ങാൻ പോയി. ആ ഗംഗാ നദിയിലേക്ക് അദ്ദേഹം ഇറങ്ങി. അവിടെ അളകനന്ദയുമായിട്ടുള്ള ആ ഒരു ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ആ നമ്മുടെ ആചാര്യൻ ഇറങ്ങുന്ന സ്ഥലം. അതായത് ഭയങ്കരമായിട്ടുള്ള ജലപ്രവാഹമാണ് അവിടെ. ഭയങ്കര വെള്ളം ഇങ്ങനെ ഹൈറ്റിൽ വന്ന് ഇങ്ങനെ കൂത്തി ഇടിച്ച് തമർത്ത് പോണ സ്ഥലമാണത്. അവിടെ ഒഴുകിക്കൊണ്ട് പോകുന്നതുകൊണ്ട് മിക്കവാറും അതിലിറങ്ങുന്നവരെല്ലാം മരിച്ചു പോകും. അത്രയും ജീവൻ നഷ്ടപ്പെടും. അത്ര അപകടം പിടിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെ പൂജ ചെയ്യുന്ന ആൾക്കാർ പറയും, ആചാര്യ അവിടെ ഇറങ്ങല്ലേ, അവിടെ അളകനന്ദയുമായിട്ട് എന്താ പറയുക സംയോജിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ ഇറങ്ങരുത്, ആപത്താണ് എന്ന് പറഞ്ഞു, എന്തെങ്കിലും പറ്റുമെന്ന് പറയും. പക്ഷെ അതൊന്നും നമ്മുടെ ആചാര്യൻ ചെവിക്കൊള്ളുന്നില്ല. അതൊന്നും കേൾക്കാൻ പോകാതെ ആചാര്യർ നേരെ ആ ഗംഗയിലേക്ക് ഇറങ്ങി അടിത്തട്ടിൽ പോയിട്ട് ആ വിഗ്രഹം എടുത്തുകൊണ്ട് നമ്മുടെ എന്താ പറയുക ബാഹുബലി ചുമന്നുകൊണ്ട് വരുന്നതിനേക്കാളും അതിഗംഭീരമായിട്ട് അദ്ദേഹം ഒരാൾ പറയുന്നതും കേൾക്കാതെ നേരെ നദിയിലേക്ക് ഇറങ്ങി ആ വിഗ്രഹവും കൊണ്ട് അദ്ദേഹം കരയിലേക്ക് കയറി. അപ്പോഴോ പത്മാസനസ്ഥനായ വിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. പത്മാസനസ്ഥന രൂപത്തിലാണ് ഭഗവാൻ ഇങ്ങനെ പത്മാസനസ്ഥനായിട്ട് ഇരിക്കുകയാണ്. എന്നാൽ വലതുവശം ഭഗ്നമായതിനാൽ കയ്യിലുള്ള കുറച്ച് വിരലുകളെല്ലാം ആ വിഗ്രഹത്തിൻ്റെ വിരലുകളുടെ ആ കൈകളെല്ലാം കുറച്ചൊക്കെ ഒന്നിങ്ങനെ കേട് വന്നിട്ടുണ്ട്. ബദ്രീ നാരായണ വിഗ്രഹം ഭഗ്നമാകുന്നതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്, അതൊരിക്കലും നശിച്ചു പോകുന്നതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ശങ്കരാചാര്യർ എന്ത് ചെയ്ത് ആ വിഗ്രഹത്തെ നേരെ അടുത്തുള്ള ആ ഒരു ഗംഗയിലേക്ക് തന്നെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് വീണ്ടും നാരദകുണ്ടത്തിലേക്ക് ഇറങ്ങി മുങ്ങി. അപ്പോൾ അടുത്ത പ്രാവശ്യം കിട്ടിയതും ശിലാവിഗ്രഹം കൊണ്ടാണ് അദ്ദേഹം കയറുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നേരെ അവിടെ ഇട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് വീണ്ടും വിഗ്രഹമായിട്ട് വന്നു. എന്നിട്ട് ശിലാവിഗ്രഹം എടുത്താണ് അദ്ദേഹം നേരെ കയറുന്നത്. ആശ്ചര്യപ്പെട്ട് ഗംഗാജലത്തിൽ നിക്ഷേപിച്ച് വീണ്ടും അദ്ദേഹം ആ വിഗ്രഹം ഗംഗാജലത്തിലേക്ക് നിക്ഷേപിച്ചിട്ട് മൂന്നാമതും അദ്ദേഹം അടുത്ത കുണ്ടത്തിൽ ഇറങ്ങി. ആശ്ചര്യം എന്ന് പറയാലോ, മൂന്നാമത്തെ പ്രാവശ്യം ആ വിഗ്രഹം തന്നെയാണ് അദ്ദേഹത്തിന് കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ 3 പ്രാവശ്യവും അദ്ദേഹം വിഗ്രഹം ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴും എടുത്ത് ഗംഗയിലേക്ക് വെച്ചിട്ട് വീണ്ടും അദ്ദേഹം ഇറങ്ങി വരുമ്പോഴും പല സമയം അദ്ദേഹം ചെയ്തപ്പോഴും മൂന്നാമത്തെ പ്രാവശ്യവും അതേ വിഗ്രഹം കിട്ടി. അത് കണ്ടിട്ട് വിസ്മയിച്ച് നിൽക്കുമ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ വിസ്മയിച്ച് നിൽക്കുകയാണ്. 3 പ്രാവശ്യം ഇതേ വിഗ്രഹമാണല്ലോ കിട്ടിയതെന്ന് ഓർത്ത്. എന്താ പറയണമെന്ന് വെച്ചാൽ ഒരു അശരീരി, ഒരു ആള് ഇല്ലാതെ, അശരീരി അറിയാലോ, ഒരു സൗണ്ട് കേൾക്കുകയാണ്. വിഷമിക്കേണ്ട, കലികാലത്ത് ഈ മൂർത്തിയെ പൂജിച്ചാൽ മതിയാകും. അതായത് കലിയുഗം വന്നാൽ ഈ മൂർത്തിനെ പൂജിച്ചാൽ മതി. ഉടനെ നമ്മുടെ ആചാര്യരങ്ങ് ഭക്തി കൊണ്ട് അങ്ങ് സന്തോഷവും ഭക്തിയും ഒക്കെ കൊണ്ട് അദ്ദേഹം വേഗം ആ വിഗ്രഹം കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് എല്ലാവരും സ്തംഭിച്ചു പോയി.
എല്ലാവരും ഈ വിഗ്രഹം എടുത്ത് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്തംഭിച്ചു പോയി. എന്നിട്ടോ പ്രാചീന വിഗ്രഹം, ക്ഷേത്രത്തിലുണ്ടായ പ്രാചീന വിഗ്രഹം വീണ്ടും പുനഃപ്രതിഷ്ഠ നടക്കുകയാണ്. ചൈനക്കാരെ പേടിച്ചിട്ട് ഗംഗയിലേക്ക് കൊണ്ടുപോയ ആ വിഗ്രഹം 3 വട്ടം തപ്പിയെടുത്തിട്ട് ഈ വിഗ്രഹം കൊണ്ടുവന്ന് എല്ലാവരും കാണെ ഭഗവാൻ അവിടെ, ആചാര്യൻ അവിടെ പ്രതിഷ്ഠിച്ചു, പുനഃപ്രതിഷ്ഠ നടത്തി എന്നാണ് പറയണത്. ദർശകന്മാരുടെ ജയധ്വനി മുഴങ്ങി. അത് കണ്ടു നിൽക്കുന്നവരെല്ലാവരും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി സകലരും ബദ്രീനാഥനെ വന്ദിച്ചു. ആചാര്യസ്വാമിയെ വാഴ്ത്തുകയും ചെയ്തു. നമ്മുടെ ആചാര്യനെ വാഴ്ത്തി പറഞ്ഞ ഭഗവാൻ നേരിട്ട് വന്നാ പറയുന്നത്. കലികാലം വരുമ്പോൾ നിങ്ങൾ ബദ്രീനാഥനെ പൂജിച്ചാൽ മതി എന്ന് ഭഗവാൻ നേരിട്ട് വന്ന് പറയാം. അതൊക്കെ കേട്ട് ആചാര്യൻ അവിടെ സ്ഥാപിച്ചു ആ വിഗ്രഹം. എല്ലാവരും സന്തോഷവും ആചാര്യനൊക്കെ വണങ്ങി. അങ്ങനെ ആചാര്യൻ എന്ത് ചെയ്ത് അടുത്തുള്ള വ്യാസതീർത്ഥത്തിലേക്ക് പോയി. അങ്ങനെ അതെല്ലാം അവിടെ വെച്ചിട്ട് അദ്ദേഹം വ്യാസതീർത്ഥത്തിലേക്ക് പോയി. ലോക ബഹുമാനത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ് സത്തുക്കളുടെ സ്വഭാവം. അതായത് എന്താ പറയുക, എല്ലാവരും വന്നിട്ട് നമ്മളെ അയ്യോ നിങ്ങൾ ഭയങ്കര സംഭവമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ പുകഴ്ത്തി പറയും. ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളുടെ കുഞ്ഞു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നമ്മളെ നേർവഴിക്ക് നടത്തുന്നവരാണ് യഥാർത്ഥ വെൽവിഷേഴ്സ്. നമ്മളെപ്പോഴും പൊക്കി പറഞ്ഞ് നമ്മളെന്തോ സംഭവമാണെന്ന് കാണിച്ച് ഒന്നും നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ല. ആ റാവൽജി എന്നാണ് പേര് അവിടെയുള്ള. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അദ്ദേഹം അവിടെ ചെന്നിട്ട് നേരെ എന്താ ചെയ്തത്, ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠ നടത്തി. അങ്ങനെ എല്ലാ ലോകത്തിലുള്ള ആളുകളുടെ ബഹുമാനാർത്ഥവും ഒന്നും അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് അതൊന്നും താല്പര്യമില്ല. അദ്ദേഹത്തിന് ആകെ വേണ്ടത് എന്താണ്, ഈശ്വരൻ എന്ന് പറയുന്ന ആ സത്യം. ഇത് മാത്രമാണ് ആചാര്യന് വേണ്ടത്. അങ്ങനെ വ്യാസതീർത്ഥത്തിൽ ഒരു ഭാഷ്യരചന നടക്കുകയാണ്. എന്താ ഭാഷ്യരചന എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദവ്യാസ മഹർഷിയുടെ ആശ്രമമാണ് എന്ത്, വ്യാസതീർത്ഥം എന്ന് പറയുന്നത് ആശ്രമമാണ്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം നെറ്റ് പോണത്, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ അതിൻ്റെ താഴെ ഈ വ്യാസ തീർത്ഥം എന്ന് പറയുന്ന വേദവ്യാസ മുനിയുടെ ആശ്രമത്തിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ കേശവപ്രയാഗ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ കേശവപ്രയാഗ് അളകനന്ദയും കേശവനന്ദയും കൂടെ കേശവഗംഗയും കൂടെ ചേരുന്ന സ്ഥലമാണ്. ഏതാണ്? അളകനന്ദയും കേശവഗംഗയും കൂടെ ചേരുന്ന സ്ഥലമാണ് ഈ കേശവപ്രയാഗ് എന്ന് പറയുന്നത്. ബദ്രീനാരായണ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് കിഴക്ക് പടിഞ്ഞാറായിട്ട് ഹിമഗിരിയിലെ പാദപീഠത്തിലെ ഒരു വലിയ ഗുഹയാണ് ആ സ്ഥലം എന്ന് പറയുന്നത്, ഈ ആശ്രമം. ഗുഹയുടെ പുറത്ത് ദക്ഷിണ ഭാഗത്ത് സരസ്വതി ദേവിയുടെയും ഗണപതിയുടെയും ക്ഷേത്രങ്ങളെല്ലാം ഉണ്ട്. അത് അങ്ങനെയാണ്. ഗണപതി എന്ന് പറഞ്ഞാൽ ലേഖകനാണ്, എഴുതുകയാണല്ലോ ചെയ്യാറ്. അർത്ഥം മനസ്സിലാക്കി എന്നതിന് സാക്ഷിയായിട്ട് സരസ്വതി ദേവിയെ ഗണപതി ഭഗവാൻ വിളിച്ചു വരുത്താണ്. കാരണം ദേവി വാഗ്ദേവതയാണല്ലോ. അപ്പം മഹാഭാരതം എഴുതാൻ വേണ്ടി വ്യാസമുനി പറഞ്ഞപ്പോഴത്തേക്കും ഗണപതി അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വാഗ്ദേവതയായ സരസ്വതി ദേവി അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്തെന്നാൽ പറയുന്നത് നിർത്തിപ്പോയി കഴിഞ്ഞാൽ, മഹാഭാരതം എഴുതുന്ന സമയത്ത് വ്യാസമുനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം പറയണത് എങ്ങാനും നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഗണേശ ഭഗവാൻ എഴുതൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അപ്പോൾ വ്യാസം പറഞ്ഞു ആയിക്കോട്ടെ, പക്ഷേ അർത്ഥം മനസ്സിലാക്കി എഴുതണം എന്ന് പറഞ്ഞു. ഈ അർത്ഥം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും പഠിക്കാനും ഒക്കെ നമ്മുടെ സരസ്വതി ദേവിയുടെ അനുഗ്രഹം നമുക്ക് വേണം. അതിനാണ് ഗണപതി ഭഗവാൻ ആരെ വിളിച്ചത്, അവിടേക്ക് സരസ്വതി ദേവിയെ വിളിച്ചത്. ഇപ്പോഴും ഈ കേശവപ്രയാഗിൻ്റെ അടുത്ത് പോയാൽ അവിടെ വ്യാസമുനിയുടെ ഗുഹയും നമ്മുടെ ഗണപതി ഭഗവാൻ എഴുതിയ സ്ഥലവും സരസ്വതി ദേവിയുടെ ക്ഷേത്രവും എല്ലാം കാണാൻ പറ്റും. ഇപ്പോഴും അവിടെയുണ്ട്. അങ്ങനെ ആചാര്യരെന്ത് ചെയ്ത് ശിഷ്യന്മാരുടെ കൂടെ കൂടിയിട്ട് ആ ഗുഹയിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല തണുപ്പുള്ള ഒരു 6 മാസം ഗുഹയ്ക്കകത്ത് തന്നെ കഴിച്ചു കൂട്ടണം. അറിയാലോ അവിടുത്തെ ബദ്രീനാഥിലെ കാര്യങ്ങളൊക്കെ. 6 മാസം ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അവിടെ ഒന്നുമില്ല. ആ 6 മാസം ഭയങ്കര തണുപ്പായതുകൊണ്ട് ആ ഗുഹയിൽ തന്നെ കഴിച്ചു കൂട്ടണം. ആചാര്യർ വന്നതിന് ശേഷം വേണ്ടതെല്ലാം തന്നെ നമ്മുടെ ജ്യോതിർധാമത്തിലെ രാജാവ് വ്യവസ്ഥപ്പെടുത്തി. അതുകൊണ്ട് ആചാര്യർ നിർബാധം ഭാഷ്യരചന ആരംഭിച്ചു എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ജ്യോതി രാജാവ് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തപ്പോഴത്തേക്ക് ആചാര്യർക്ക് അത് എഴുതാൻ പറ്റി. ഒരു ശല്യമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അദ്ദേഹം ഇരുന്ന് എഴുതാണ് ഭാഷ്യരചന അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ച്. അങ്ങനെ പല പല മതങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരും സന്യാസിമാരും ഒക്കെ വന്നിട്ട് നമ്മുടെ ആചാര്യൻ്റെ ദർശനം എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ശൈവം, പാശുപതം, സാങ്ക്യം, പാതഞ്ചലം, വൈഖാനസം, പാഞ്ചരാത്രം, സൗരം, ശാക്തം, ഗാണപത്യം, ജൈനം, ബൗദ്ധം, അങ്ങനെ പല 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 മതസംഘടനകളിൽ നിന്ന് വന്നവരെല്ലാം അക്കാലത്ത് അവിടെ വന്ന് താമസിച്ചു. അഹങ്കാരികളെ വാദത്തിൽ തോൽപ്പിക്കാനും എന്താ പറയുക ചെയ്തു എന്ന് പറഞ്ഞത്. അഹങ്കാരികളായ കുറേ ആൾക്കാർ ഇങ്ങനെ പല വാദങ്ങൾ പറയാം അറിവിനെക്കുറിച്ച്. അതെല്ലാം ആചാര്യർ തോൽപ്പിക്കാൻ തുടങ്ങി. എന്നിട്ടോ
തോൽപ്പിച്ചിട്ട് സത്യം അന്വേഷിക്കുന്ന ജിജ്ഞാസുക്കളുണ്ടല്ലോ, അവരെ എല്ലാം അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പം നമ്മളും പല ഗ്രന്ഥങ്ങൾ വായിക്കാൻ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങളെല്ലാം ആചാര്യർ തീർത്തു കൊടുത്ത് അങ്ങനെ ആചാര്യൻ്റെ ദർശനം കൊണ്ട് സകലർക്കും ആനന്ദം കിട്ടി എന്നാണ് പറയണത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കണ്ട് ഒരുപാട് മതസംഘടനകൾ, വേറെ പല മതസ്ഥരും ഉണ്ടല്ലോ, അവരെന്ത് ചെയ്ത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, എല്ലാവരും നല്ല സമാധാനത്തിൽ പോകുന്നു, എല്ലാവർക്കും നല്ല അറിവുണ്ട്, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മറ്റു മതക്കാർക്ക് അറിയാനൊരു ആഗ്രഹം തോന്നി. അങ്ങനെ അവരെന്ത് ചെയ്ത് ആചാര്യർക്ക് രഹസ്യ തത്വങ്ങൾ മനസ്സിലാക്കാൻ ആചാര്യർക്ക് സാധിച്ചു. ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന്. അങ്ങനെ 4 സംവത്സരങ്ങൾക്കുള്ളിൽ ബ്രഹ്മസൂത്രവും 12 ഉപനിഷത്തുക്കളും ഗീതയും വിഷ്ണു സഹസ്രനാമവും സനജ്വാദീയം ഇങ്ങനെ 16 ഗ്രന്ഥങ്ങൾ ആചാര്യൻ എഴുതി തീർത്തു. ഇപ്പോൾ 4 സംവത്സരങ്ങൾക്കുള്ളിലാണ് ഇതെല്ലാം എഴുതി തീർക്കുന്നത്. വേദാന്തത്തിലെ പ്രസ്ഥാനത്രയത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രം, ന്യായപ്രസ്ഥാനം, അതുപോലെ ഉപനിഷത്തുകൾ, ശ്രുതിപ്രസ്ഥാനം, ഗീത, സഹസ്രനാമം, സനജ്ജാതീയം, സ്മൃതി പ്രസ്ഥാനവും എല്ലാം അദ്ദേഹം വ്യക്തമായിട്ട് വിവരിച്ച് ലോകത്തിന് സംഭാവന ചെയ്യണം. ആലോചിച്ച് നോക്കൂ ശങ്കരാചാര്യർ ആരാണെന്നുള്ളത്. നമുക്ക് ഇത്രയും കാലം അദ്ദേഹത്തെ നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലേ, ഇത്രയും ആഴ്ന്നിറങ്ങിയിട്ടില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്. അങ്ങനെ ഭാഷ്യരചനയോടൊപ്പം, അതായത് ഇതൊക്കെ എഴുതുന്നതിൻ്റെ എന്താ പറയുക, എഴുതുന്നതിനോടൊപ്പം തന്നെ ഭാഷാധ്യാപനം, അതായത് ഭാഷ അദ്ദേഹം ഇങ്ങനെ വേദങ്ങൾ, സംസ്കൃതമൊക്കെ പഠിക്കണമല്ലോ, അതുമെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു പഠിപ്പിക്കാൻ നിന്നപ്പോഴേക്കും നമ്മുടെ ശങ്കരാചാര്യരുടെ ആദ്യത്തെ ശിഷ്യനുണ്ടല്ലോ സനന്ദൻ. അപ്പോൾ സനന്ദന് ഭയങ്കര ആഗ്രഹം ആചാര്യരിൽ നിന്ന് ഇതൊക്കെ പഠിക്കണം എന്നുള്ളത്. അദ്ദേഹം നമ്മുടെ ആചാര്യൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടാണ് പത്മപാദൻ എന്ന് പറയുന്ന പേരിലേക്ക് വന്നത്. അങ്ങനെ ഈ നമ്മുടെ എന്താ പറയുക സനന്ദനൻ എന്ത് ചെയ്തു, ഇതൊക്കെ പഠിക്കാൻ ഒരു ആഗ്രഹം കാണിച്ചു. അതുകൊണ്ട് മറ്റുള്ളവർ ഒരു പ്രാവശ്യം പഠിച്ചു തീർത്തതിനകം സനന്ദന് 3 പ്രാവശ്യം പഠിക്കാൻ സാധിച്ചു. എല്ലാവരും ആചാര്യൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പ്രാവശ്യം ഒരു റൗണ്ട് പഠിച്ചു പോകും. പക്ഷെ 3 റൗണ്ടാണ് നമ്മുടെ സനന്ദൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 40 ശിഷ്യന്മാരിൽ ശിഷ്യനെ പഠിപ്പിക്കാൻ ഗുരുവിന് ഭയങ്കര താല്പര്യം. ആചാര്യർക്ക് ഇതൊക്കെ ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ താല്പര്യമുള്ള കുറേ ആളുകളിൽ നിന്ന് താല്പര്യമുള്ള ഒരു ശിശുവിനെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുമ്പോൾ ഓരോ മക്കളെ കൊണ്ടും ഞാനിങ്ങനെ ലളിത സഹസ്രനാമം ചൊല്ലിക്കുമ്പം ചില കുട്ടികൾക്ക് കിട്ടില്ല, ചില കുട്ടികൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും, കിട്ടുന്ന കുട്ടികളെ കുറച്ചും കൂടെ നമ്മൾ അടുപ്പിച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്യും, അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുപ്പിക്കും അല്ലേ. അപ്പോൾ നല്ല സ്മാർട്ടായിട്ടുള്ളൊരു ശിഷ്യനെ കിട്ടുക എന്ന് പറയുന്നത് ആചാര്യർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള, കാരണം അത്രയും ജോലി കുറഞ്ഞു കിട്ടും അവർക്ക് അല്ലേ. അങ്ങനെ സനന്ദനെ നമ്മുടെ ആചാര്യൻ ചേർത്ത് പിടിച്ചപ്പോഴേക്കും മറ്റ് ശിഷ്യന്മാർക്ക് കുറച്ച് അസൂയൊക്കെ തോന്നി, ദേഷ്യമൊക്കെ വന്നു. ഇത് ആചാര്യർക്ക് മനസ്സിലായി, ഓ ഞാൻ പത്മപാദർക്ക് കുറച്ച് അധികം പറഞ്ഞു കൊടുക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്കെല്ലാം ചെറിയ ദേഷ്യമുണ്ട് എന്ന് തോന്നി. എന്നിട്ട് എന്താ ചെയ്യുക, ഒരു ദിവസം സനന്ദനൻ അളകനന്ദ നദിയുടെ അപ്പുറത്തേക്ക് പോയതായിരുന്നേ. പെട്ടെന്ന് അദ്ദേഹത്തോട് അടുത്ത് വരാൻ ആജ്ഞാപിച്ചു ആചാര്യൻ. നമ്മുടെ പത്മപാദരോട് പറഞ്ഞു, വേഗം എൻ്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വളഞ്ഞ് പിടിച്ച് തുഷാരാവൃതമായൊരു സേതുവിൽ കൂടി ഇങ്ങനെ വരിക എന്നുള്ളതാണ് ഒരു സാധാരണ വഴി അതാണ്. പക്ഷെ ആചാര്യർ പെട്ടെന്ന് വരാൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഗുരുഭക്തനായിരിക്കുന്ന സനന്ദൻ എന്ത് ചെയ്ത് ആഴവും ഒഴുക്കും നോക്കാതെ നദിയിലേക്ക് ഒരൊറ്റ ചാട്ടം, ഈ അളകനന്ദയിലേക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വരണം. പക്ഷെ ആചാര്യൻ പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോഴേക്കും ഗുരുഭക്തിയാണല്ലോ എന്താ പറയുക നമ്മുടെ ഈ സനനന്ദനെ, അദ്ദേഹം എന്ത് ചെയ്തു, ആചാര്യർ വേഗം വരാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു ഒറ്റ ചാട്ടം ചാടി വെള്ളത്തിലേക്ക്, നദിയിലേക്ക്. എന്നിട്ടോ തൃണഖണ്ഡം പോലും അഖണ്ഡമായിരിക്കാത്ത ഒഴുക്കാണ്. അതായത് ഒരു പുല്ല് പോലും മുളക്കില്ല ആ നദിയിൽ, അത്രയും ഒഴുക്കാണ് അവിടെ. പക്ഷെ ആശ്ചര്യം എന്ന് പറയാലോ, സനന്ദനൻ്റെ ഓരോ കാൽവെപ്പ്, അദ്ദേഹം ഇങ്ങനെ ആ വെള്ളത്തിലിറങ്ങി കാലിങ്ങനെ വെക്കുക മുന്നോട്ട് ഈ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ആ വെള്ളത്തിലൂടെ കാല് വെക്കുമ്പോൾ അവിടെ മുഴുവൻ എന്താ പറയുക, ഓരോരോ താമരപ്പൂ ഇങ്ങനെ വിരിയുക. അദ്ദേഹം കാലെടുത്ത് വെക്കും തോറും ഓരോ താമരപ്പൂ വിരിയാൻ തുടങ്ങി. അത് കണ്ട് ആ താമരപ്പൂവിനെ ഫോളോ ചെയ്ത് വരികയാണ്. അത് കണ്ടപ്പോൾ മറ്റു ശിഷ്യന്മാരെല്ലാം അത്ഭുതപ്പെട്ടു, ഇത് എന്താപ്പം അത്, സനന്ദനൻ ഇത്രയും വലിയ ബഹളത്തോടു കൂടി ഒഴുകുന്ന ഈ നദിയിലൂടെ ഒരു ജലജീവി പോലും കാണില്ല, അത്രയും ഒഴുക്കാണ് അവിടെ. ആ നദിയിലേക്ക് എടുത്ത് ചാടി ഓരോ കാല് വെക്കുമ്പോഴും ഓരോ താമരപ്പൂ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റു ശിഷ്യന്മാരിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്നിട്ടോ വേഗം ഈ സനന്ദനൻ എന്ന് പറയുന്ന ശിഷ്യൻ വന്നിട്ട് ആചാര്യൻ്റെ പാദത്തിൽ നമസ്കരിച്ചു. അപ്പോൾ ആചാര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശിഷ്യന്മാരോട്, സനന്ദനിൽ ഭഗവത് കൃപ എത്രമാത്രം ഉണ്ടെന്ന് നോക്കൂ. നമ്മുടെ ആചാര്യൻ പറയണം,
സനന്ദനെ ഞാൻ അളകനന്ദ നദിയുടെ അപ്പുറത്ത് പോയ സനന്ദനോട് വേഗം വരാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ സനന്ദൻ എന്ത് ചെയ്തു, ആ നദിയെ ക്രോസ് ഇങ്ങനെ ചുറ്റി വരാതെ എളുപ്പം വരാൻ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഒന്നും നോക്കാതെ, മരിച്ചു പോകുന്ന പോലും ചിന്തിക്കാതെ നദിയിലിറങ്ങിയിട്ട് വന്നു. അപ്പോൾ ആ സനന്ദനിൽ ഭഗവാന്റെ കൃപ എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ. ഇതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇന്നു മുതൽ നമ്മൾ സനന്ദനെ എന്ത് വിളിക്കും, പത്മപാദൻ എന്ന് വിളിക്കും. അതാണ് പത്മപാദൻ എന്ന് പേര് കിട്ടിയത്. പത്മം, പാദത്തിൽ പത്മം ഉണ്ടായിരുന്നു അല്ലേ. അളകനന്ദ നദി ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുമ്പോൾ ശങ്കരാചാര്യരെ വിളിച്ചിട്ട് അളകനന്ദ നദി ക്രോസ് ചെയ്ത് വരുമ്പോൾ സനന്ദനൻ എന്ന് പറയുന്ന ആ ശിഷ്യൻ കാലെടുത്ത് വെച്ച് ഓരോ സ്ഥലത്തും താമരപ്പൂ വിരിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പത്മപാദൻ എന്ന് വിളിക്കുന്നത്. പത്മം എന്ന് പറഞ്ഞാൽ താമര, താമരപ്പൂ കാലിൻ്റെ അടിയിൽ. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹത്തെ പത്മപാദൻ എന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പോഴാണ് സനന്ദന് കാര്യം മനസ്സിലായത്. പ്രശംസ കേട്ടിട്ട് അദ്ദേഹം ലജ്ജിച്ച് ഇങ്ങനെ ഭയങ്കര നാണത്തോടു കൂടി അദ്ദേഹം എന്ത് ചെയ്തു, നേരെ ഗുരുവിൻ്റെ പാദങ്ങളെ നമസ്കരിച്ച് ഗുരുചരണങ്ങളെ നമിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അത്രയും അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഗുരുവല്ലേ, നമ്മുടെയൊക്കെ ഗുരുവല്ലേ. ആ ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ബാക്കി ശിഷ്യന്മാരാണെങ്കിലോ, ഞങ്ങളിങ്ങനെയൊക്കെ ചിന്തിച്ചത് തെറ്റായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചു. അങ്ങനെ ആചാര്യർ എന്ത് ചെയ്തു, അവരെ അനുഗ്രഹിച്ചിട്ട് പത്മപാദനെ പോലെ എന്ത് ചെയ്യണം, നേരെ പോയിട്ട് ശ്രദ്ധ സമ്പാദിക്കണം. എന്ത് കാര്യം ഉപദേശിച്ചാലും അതിൽ പത്മപാദനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമ അതുപോലെ പാലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധ വെക്കണം. നല്ല ക്ഷമയോടുകൂടി ശ്രദ്ധ വെക്കണം എന്ന് ആചാര്യൻ അവരെ ഉപദേശിച്ചു. അങ്ങനെ അചിരേണ ശിഷ്യന്മാർ ഭാഷ്യങ്ങളെല്ലാം തന്നെ ആചാര്യ സമക്ഷത്തിൽ നിന്നിങ്ങനെ പഠിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടിയ അപൂർവമായിരിക്കുന്ന ജ്ഞാനം പ്രചരിപ്പിക്കാൻ അവർക്കും താല്പര്യമായി. കാരണം ആ ആചാര്യനിൽ നിന്ന് ഈ ശിഷ്യന്മാർക്ക് ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ട്. ആ അറിവ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് അവർക്കും തോന്നി. അങ്ങനെ അവരുടെ അപേക്ഷ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത്, അവരെയും കൂട്ടി നേരെ ബദ്രികാശ്രമത്തിൽ നിന്ന് ജ്യോതിർധാമത്തിലേക്ക് പോയി. ഈ ശിഷ്യന്മാരെയും കൂട്ടിയിട്ട് ജ്യോതിർധാമത്തിലേക്ക് പോയി. അവരുടെ വരവറിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ എത്തി. ആ ജ്യോതിർധാമത്തിലേക്ക് ശങ്കരാചാര്യരും ശിഷ്യന്മാരും വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഉത്സവം പോലെ എന്ന് പറയണം. രാജാക്കന്മാരും ദരിദ്രരും എല്ലാവരും ഒരുപോലെ ആചാര്യനെ കാണാൻ വേണ്ടി വന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ത് ചെയ്ത്, ഭാഷ്യപ്രചരണം ആചാര്യനെ കാണാൻ വേണ്ടി ദിവസവും വന്നുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ആചാര്യരുടെ ഉപദേശം കേട്ട് 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 ഈ രാജാവ് ധർമ്മസ്ഥാപനത്തിൽ ഭയങ്കര ധാർമ്മികനായി തീർന്നു. വിദ്യാചർച്ചയും നെറ്റ് പോയതാണേ. അങ്ങനെ ഈ രാജാവ് ഇതെല്ലാം കേട്ട് 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 ഭയങ്കരമായിട്ടുള്ള ധാർമ്മികതയിലേക്ക് എത്തി. അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ സദാചാരവും ദേവപൂജയും എല്ലാം അവിടെ വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനും ശ്രമിച്ചു. അങ്ങനെ ബൗദ്ധപ്രഭാവം കൊണ്ട് പൂജ നിലച്ചുപോയ കുറേ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങളിലെല്ലാം നമ്മുടെ ആചാര്യൻ എന്ത് ചെയ്തു, പുനഃപ്രതിഷ്ഠ നടത്തി പൂജ ചെയ്യിക്കാൻ തുടങ്ങി. ശാസ്ത്രസാരം മനസ്സിലാക്കാതെ ദുരാചാരങ്ങൾ അനുഷ്ഠിച്ചു വന്ന ഒരുപാട് തന്ത്രമതക്കാരുടെ കൽമശ പ്രവൃത്തികളെല്ലാം അവിടുന്ന് പോയി. കുറേ വേണ്ടാത്ത ആചാരങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോയി. നമ്മുടെ ശങ്കരാചാര്യർ വന്നിട്ട് അവിടെ പൂജ ചെയ്തു തുടങ്ങിയപ്പം ഇങ്ങനെ അധപ്പതിച്ച താന്ത്രികമായിരിക്കുന്ന മതത്താൽ ദുഷിച്ചു പോയ ഉത്തരാഖണ്ഡം വീണ്ടും ദൈവീകതയുടെ കേന്ദ്രമായി. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ബദ്രിനാരായണൻ്റെ ദേവപ്രയാഗ്, കേശവപ്രയാഗ്, ജ്യോതിർധാമ്, അങ്ങനെ പല പല അളകനന്ദ നദി, ഇതെല്ലാം രുദ്രപ്രയാഗ്, എല്ലാം ഈ കാണുന്ന ഒരവസ്ഥയിലുള്ള ആ ഒരു ഭംഗിയിലേക്ക് ആചാരാനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ശങ്കരാചാര്യരാണ്. ഓക്കെ, ശങ്കരാചാര്യരുടെ ഭാഷ്യം അത് കേൾക്കാൻ തന്നെ നമുക്കൊരു വലിയ അനുഗ്രഹം വേണം. ഇനിയും കുറച്ചുണ്ട്, അത് കുറച്ച് നാളെ എടുക്കാം. ഓക്കെ, ഞാൻ കുറച്ച് ടയർഡാണ്, സ്റ്റൊമക്ക് പെയിനൊക്കെ ഉണ്ട്. സോ ബാക്കി നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ ഇത്രയും കേട്ടത് മനസ്സിൽ വെക്കുക. ഓർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ആത്മാവെല്ലാം കേൾക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹരി സാർ ചോദിച്ചു എപ്പോഴാണ് തിരുപ്പതി പോണതെന്ന്. മോസ്റ്റ്ലി നെക്സ്റ്റ് മന്തിലേക്ക് പോകും. അതിനെല്ലാം പ്ലാൻ ചെയ്യുന്നു. നമുക്കൊരു തിരുപ്പതി യാത്രയുണ്ട്. ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടാം. അടുത്ത മാസമാണ് തിരുപ്പതിയിലേക്ക് നമ്മൾ പോകാൻ തീരുമാനമെടുത്തത്. മെയിൽ പോകണമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും പ്രഭാഷണം കാര്യങ്ങൾ 29th എക്കെയിൻ പ്രോഗ്രാം, പിന്നെ കൊട്ടിയൂർ ദർശനം, ഇതൊക്കെ വർഷത്തിലൊരിക്കലല്ലേ വരുന്നത്. എത്രയും പെട്ടെന്ന് നമ്മളെ ബാലാജി വിളിക്കട്ടെ. കുറച്ച് പേർക്കും കൂടെ സീറ്റ് ഒഴിവുണ്ട്. ഒരു 10-15 ആൾക്കാർക്കും കൂടെ ഒഴിവുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് മാജിക്, അതെ ബ്ലാക്ക് മാജിക് ഒരുപാടുണ്ടായിരുന്നു ആ സ്ഥലത്ത്. അതെല്ലാം മാറ്റി ശങ്കരാചാര്യർ ഇപ്പം അവിടെ സാത്വികമായിരിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റി. അപ്പം അദ്ദേഹം തന്ന സംഭാവനയാണ് നമുക്കിതെല്ലാം. ബദ്രീനാഥ്, ഇതെല്ലാം
പവിത്രീകരിക്കപ്പെട്ടതാണ്. ശങ്കരാചാര്യരുടെ ആ ഒരു എന്താ പറയുക കോർഡിനേഷൻ കാരണം, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ, അദ്ദേഹത്തിൻ്റെ കാര്യവൈഭവം, അദ്ദേഹം തന്ന സംഭാവന എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഓക്കെ, അപ്പം എന്താ പറയുക, നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അനിൽകുമാരി മാതാജി ഒന്നും എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് നെറ്റ് കട്ടായി പോകുന്നു. ഒന്നും വറി ചെയ്യേണ്ട. മാതാജി ഒരുപാട് പ്രാർത്ഥിക്കുന്നു, വായിക്കുന്നു, ഒത്തിരി ദാനധർമാദികൾ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം മാതാജിയുടെ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എപ്പോഴാണ് ഭഗവത് ദർശനം ലഭിക്കുക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു കുറേ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും ഒരു സുഗന്ധമായിട്ട് അദ്ദേഹം നമ്മളിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ ഒരു പൂവായിട്ടെത്തും, ചിലപ്പോൾ ഒരു പുഴുവായിട്ടെത്തും. എങ്ങനെയാണ് നമ്മുടെ ഭഗവാൻ വേഷം മാറി നമുക്ക് ദർശനം തരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ദർശനമാണ് മാതാജിക്കും കിട്ടിയിരിക്കുന്നത്. സന്തോഷത്തോടു കൂടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എല്ലാം സമർപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക. നാളെ കുറച്ച് ക്ലാസ് എടുത്തരാം. അപ്പം നാളെ മറ്റന്നാളൊന്നും ഇനി എനിക്ക് പൂജയില്ല. അപ്പോൾ നമുക്ക് സാധിച്ചാൽ 2-3 ക്ലാസ്സുകളൊക്കെ എടുക്കാം. പിന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് പോവാണ് നാളെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നാരായണീയം വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. പിന്നെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഒത്തിരി വിഷു കിറ്റ്, പഞ്ചാമൃതം, ഇതൊക്കെ നമ്മൾ ഓർഡർ തന്നവർക്കെല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീത ദാനം ചെയ്യുന്നുണ്ട്. ദേവി മഹാത്മ്യം ഞാൻ വീണ്ടും പറയുന്നു, മഞ്ജരീസിലൂടെ 1,01 ദേവി മഹാത്മ്യം നമ്മൾ ഭക്തർക്കിടയിലേക്ക് എത്തിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുക. നല്ല ദേവി മഹാത്മ്യം, മൂകാംബികയിൽ നിന്നാണ് നമ്മളത് തുടക്കം കുറിച്ചത്. നമ്മുടെ നരസിംഹാടികയുണ്ട്, 50 വർഷം മൂകാംബിക ക്ഷേത്രം പരിപാലിച്ചു വന്ന മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ തന്ത്രി, മൂകാംബിക തന്ത്രി രാമചന്ദ്ര അടികയ്ക്കാണ് ആദ്യത്തെ പുസ്തകം നമ്മൾ കൊടുത്തത്. അങ്ങനെ അമ്മയുടെയും നിറയെ ഗുരുക്കന്മാരുടെയും എന്താ പറയുക അനുഗ്രഹത്തോടു കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ദേവി മഹാത്മ്യം. ആവശ്യമുള്ളവർ എനിക്ക് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ട് വെക്കുക. നിങ്ങൾക്ക് ഞാൻ ദേവി മഹാത്മ്യം അയച്ചു തരാം കേട്ടോ. എല്ലാവരും വാങ്ങി വീട്ടിൽ വെക്കണം. ഓക്കെ, ദിവസവും വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലും. ഓക്കെ അനിൽകുമാരി മാതാജി, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നമുക്ക് കാണാം, നാളെ കാണാം കേട്ടോ. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യും. हरे कृष्णा, सर्वं कृष्णार्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय. ओम श्री मात्रे नमः. हर हर महादेव. എല്ലാവർക്കും ശുഭരാത്രി.